Good evening, everybody. Good evening, sir. Good evening, sir. ഗ്രൂപ്പിലുള്ള ജുവേരിയക്ക് കയറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ റിക്വസ്റ്റ് വന്നിട്ടില്ല. ജുവേരി ഇപ്പൊ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കയറാൻ പറ്റുന്നില്ല എന്ന്. ഞാൻ ഗ്രൂപ്പിൽ കണ്ടു, പക്ഷെ വന്നിട്ടില്ല. ഇപ്പൊ ജുവേരിയ വന്നിട്ടുണ്ട് കേട്ടോ. ജുവേരിയ എത്തി. ടീമിലുള്ള എല്ലാവരായ ഹലോ, ആയിട്ടുണ്ട് സാർ ആയിട്ടുണ്ട് സാർ. റെഡിയായ എല്ലാവരും റെഡിയായ? ഓക്കെ, റെഡിയാണ് സാർ. റെഡി. ആരാ മീഡിയേറ്റർ? മീഡിയേറ്റർ ശരണ്യ. ശരണ്യ. ഒബ്സർവർ ഇഫ് എനി? ഒബ്സർവർ ഡോണി. ഒരാളുള്ളൂ അല്ലേ? ബാക്കിയുള്ളവർക്ക് എന്താ റോള്? രമേഷ് കുമാറാണ് സാറെ കംപ്ലൈനന്റ്. എതിർഭാഗത്ത് പോൾ പി വർഗീസ്, പിന്നെ മമീദ് എന്തോ കംപ്ലൈനന്റ് അല്ലേ? എന്താ സാറേ? ക്രിമിനൽ കേസാണോ സിവിൽ കേസാണോ? അല്ല, കൺസ്യൂമർ ആണല്ലേ? ഓക്കെ. പിന്നെ മമിത ഉണ്ട്, ശ്രുതി ജെയിംസ് ഉണ്ട്, ജുവേരി ഉണ്ട്. അവര് മൂന്നുപേരും. റോളില്ലാത്തവരാരൊക്കെയാ? മമിത, ശ്രുതി ജെയിംസ്, പിന്നെ ജുവേരിയ അല്ലേ? ജുവേരിയ അതെ. എന്താ റോള്? ആരാണ്? പോൾ മാനേജ്മെന്റ് കമ്പനിയുടെ കമ്പനി റെപ്രസെന്റേറ്റീവ്. അപ്പൊ തുടങ്ങാലോ അല്ലേ? ഓക്കെ, തുടങ്ങാം സാർ. തുടങ്ങിക്കോട്ടെ? ഓക്കെ. എന്റെ പേര് ശരണ്യ ടി നായർ എന്നാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ അഭിഭാഷകയായിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്നു. കൂടാതെ 15 വർഷമായിട്ട് മീഡിയേഷൻ രംഗത്ത് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഞാൻ. എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ MA LLB LLM ആണ്. എന്റെ LLM സബ്ജക്ട് ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ ആണ്. ഏതായാലും നിങ്ങളെ അന്യോന്യം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. എനിവേ, നിങ്ങളുടെ ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് മീഡിയേഷൻ തിരഞ്ഞെടുത്തതിന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. മീഡിയേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് പൂർണ്ണമായിട്ടും ഒരു വോളണ്ടറി പ്രോസസ് ആണ്. എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഫോഴ്സും ഉണ്ടാകുകയില്ല. ഇവിടെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഈ ഡിസ്പ്യൂട്ടിന് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സംസാരത്തിൽ നിന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥ ഉണ്ടായാൽ ഞാൻ എന്റെ ഭാഗത്തു നിന്നും സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് റിജക്ട് ചെയ്യാം. എന്ത് തന്നെ ആയിരുന്നാലും എന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഫോഴ്സും ഇത് സംബന്ധമായിട്ട് ഉണ്ടാകുകയില്ല. തീരുമാനം അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടേതായിരിക്കും. അത് വോളണ്ടറി ആയിരിക്കും. പിന്നെ പ്രധാനമായും അന്യോന്യം സംസാരിക്കുമ്പോൾ ആവുന്നതും പരസ്പരം ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. അൺപാർലമെന്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. എനിക്കറിയാം നിങ്ങൾ ഒരു ഡിസ്പ്യൂട്ടിൻ്റെതായിട്ടുള്ള ഒരു മെന്റൽ കണ്ടീഷനിലാണ്. അതിന്റെ ഭാഗമായിട്ട് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ബേസ്റ്റ് ഔട്ട് ആവേണ്ടതായിട്ട് ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടായാൽ അത് കഴിയാവുന്നതും ഒഴിവാക്കുക. കാരണം നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പരസ്പരം കാര്യങ്ങൾ സംയമനമായിട്ട് സമയോചിതമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം, രണ്ടു കൂട്ടർക്കും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക. രണ്ടുപേർക്കും ഒരുമിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രത്യേകമായി പ്രൈവറ്റ് സെഷൻ അഥവാ ഒരു ഫോക്കസ് സെഷൻ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഈ ഡിസ്പ്യൂട്ട് സംബന്ധമായിട്ട്
എന്തെങ്കിലും കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും പ്രൈവറ്റ് സെഷനിലായാലും ജോയിന്റ് സെഷനിലായാലും അത് സ്ട്രിക്റ്റ് ആയിട്ട് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയില്ല എന്നിരിക്കെ ഇത് വീണ്ടും കോടതിയിലേക്ക് പോയാൽ നിങ്ങൾ കോടതിയിൽ എവിഡൻസ് ആയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കോടതി ഇത് സംബന്ധിച്ച് എന്നെ വിളിപ്പിച്ചാൽ, കോടതിയിലേക്ക് എവിഡൻസ് നൽകുന്നതിനായിട്ട് വിളിപ്പിച്ചാൽ എനിക്ക് കോടതിയിൽ പോയി ഈ കാര്യത്തെ സംബന്ധിച്ച് എവിഡൻസ് നൽകുന്നതിനുള്ള ഒരു ബാധ്യത എനിക്കില്ല. സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം അതിനുള്ള പ്രിവിലേജ് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റിയും അതിന്റെ ഒരു പ്രിവിലേജും മീഡിയേഷന്റെ 2 പ്രത്യേകതകളാണ്. പിന്നെ ഇവിടെ എന്തൊക്കെ ചർച്ചകൾ അന്യോന്യം ഉണ്ടായാലും അത് യാതൊരു കാരണവശാലും പുറത്തേക്ക് പോവുകയില്ല. പിന്നെ അഥവാ കോക്കസ് അഥവാ പ്രൈവറ്റ് സെഷനിൽ നിങ്ങൾ എന്നോട് പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു ഡിസ്പ്യൂട്ടിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് പരസ്പരം ഷെയർ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ അനുവാദത്തോടു കൂടെ മാത്രമേ ഞാൻ അത് അന്യോന്യം കൈമാറുകയുള്ളൂ. എന്റെ റോൾ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള എന്റെ റോൾ ഇതാണ്. നിങ്ങളുടെ തമ്മിലുള്ള ഈ പ്രശ്നത്തില് ഈ ഡിസ്പ്യൂട്ടിൽ എന്ത് തന്നെ സെറ്റിൽമെന്റ് ഉണ്ടായാലും എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രത്യേക ഇൻട്രസ്റ്റും 2 പാർട്ടികളോടും ഇല്ല. നിങ്ങൾ 2 പേരോടും എനിക്ക് പ്രത്യേകിച്ച് മമതയും ഇല്ല, പ്രത്യേകിച്ച് താല്പര്യം എതിർപ്പോ അല്ലെങ്കിൽ താല്പര്യമോ ഇല്ല. ഈ ഡിസ്പ്യൂട്ട് എങ്ങനെ തീർന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിന് യാതൊരു വിധത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങളുമില്ല. സോ എന്റെ ന്യൂട്രാലിറ്റി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇൻ കേസ് നിങ്ങളിൽ ആരോടെങ്കിലും ഞാൻ ബയാസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ 2 കൂട്ടർക്ക് ആർക്കെങ്കിലും തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ മാറ്റാവുന്നതാണ്. പുതിയൊരു മീഡിയേറ്ററെ നിങ്ങൾക്ക് വെച്ചു തരുന്നതാണ്. കാരണം നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. യാതൊരുവിധ കമ്പൽഷൻസും ഇയാളെ തന്നെ വേണം എന്നുള്ള ഒരു കമ്പൽഷൻസും ഉണ്ടാവില്ല. അടുത്തതായിട്ട് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൗണ്ട് റൂൾസും കാര്യങ്ങളുമാണ്. ആ ഗ്രൗണ്ട് റൂൾസ് ഒക്കെ അബൈഡ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് സംയമനമായിട്ട് ഈ പ്രശ്നം ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമതായി പറയാനുള്ളത്, ഒരാള് സംസാരിക്കുമ്പോൾ കഴിയാവുന്നതും മറ്റേയാള് മറുഭാഗത്തുള്ള ആള് ഇന്റർഫിയർ ചെയ്ത് ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. എന്തെന്ന് വെച്ചാൽ ഒരു ഭാഗം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് എതിർപ്പോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമോ അല്ലെങ്കിൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ കൂടെ അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അയാളുടെ സമയത്തെ കയറി നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈലാവും. തീർച്ചയായിട്ടും അങ്ങനെ പറയരുത്. ഒരാള് സംസാരിക്കുമ്പോൾ കഴിയാവുന്നതും മറ്റേ ആളൊരു കാമായിട്ടിരിക്കുക, അത് കേൾക്കുക. ഒരാൾ സംസാരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്താൽ അയാളുടെ ഫ്ലോയും പോവും, കേൾക്കുന്ന നമ്മുടെ ഫ്ലോയും പോകും. അൺഇൻറ്ററപ്റ്റഡ് ടൈമിൽ സ്പീക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിവിലേജ് ആണ്. സോ അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് കുറിച്ച് വെക്കുക. നിങ്ങളുടേതായിട്ടുള്ള ടേൺ, നിങ്ങളുടെ അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാവുന്നതാണ്, പോയിന്റ് ചെയ്ത് പറയാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും അന്യോന്യം റെസ്പെക്ട് കാണിക്കുക, സംസാരത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും. ഇവിടെ നിങ്ങൾ ആരാണ് ആദ്യം സംസാരിക്കുന്നതെന്ന് തീരുമാനിച്ച് നിങ്ങളുടെ ഇരുകൂട്ടരുടെയും ചർച്ച ചെയ്യലിന് ശേഷം നിങ്ങളുടെ ഫാക്ട്സ് ഒക്കെ നറേറ്റ് ചെയ്തതിന് ശേഷം കൺസേൺസും പെർസെപ്ഷൻസും നോട്ട് ചെയ്ത് നമ്മളൊരു അജണ്ട സെറ്റ് ചെയ്യും. അജണ്ട എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ കൺസേൺ, സൊല്യൂഷനിൽ എത്തേണ്ടത് എങ്ങനെ എന്നുള്ള ആ ഇഷ്യൂസിനെയാണ് അജണ്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 by 1 ആയിട്ട് നമ്മൾ അത് എഴുതും. പിന്നെ നമ്മൾ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് എങ്ങനെ ഡിസ്കസ് ചെയ്ത് സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളത് തീരുമാനിക്കും. അതാണ് അടുത്ത പ്രോസസ് ആയിട്ടുള്ളത്. അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ നമ്മളുടെ എഗ്രിമെന്റിലും എത്തും. പിന്നെ ഈ മീഡിയേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കൂടാതെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ചോദിക്കാം. ഇതില് എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാലുള്ള പ്രോസസ് എന്താണ്? ഈ എഗ്രിമെന്റ് ബൈൻഡിങ് ആയിട്ട് അത് പിന്നെ കോർട്ടിലോട്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? അപ്പൊ അത് പറഞ്ഞുതരാം. ഇത് നമ്മൾ ചർച്ച ചെയ്ത് എഗ്രിമെന്റിൽ എത്തിയെന്നിരിക്കട്ടെ. ഈ നമ്മുടെ മീഡിയേറ്റർ ഈ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഒരു റിപ്പോർട്ടോട് കൂടി സീൽ ചെയ്ത കവറിൽ നമ്മളുടെ കോർട്ടില് കമ്മീഷന് മുന്നേ ഹാജരാക്കും. അതുവഴി അതിനെ ലീഗലൈസ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കൺസ്യൂമർ കോർട്ടിലോട്ട് വീണ്ടും വിടുവോ? ഏത് അനക്സ്ഡ് ആയിട്ടാണ് നമ്മളിപ്പോ കൺസ്യൂമർ കോർട്ട് അനക്സ്ഡ് ആയിട്ട് വന്നതുകൊണ്ട് ആ ഒരു അതോറിറ്റിയെ നമ്മൾ ഈ എഗ്രിമെന്റ് വിത്ത് കവറിംഗ് ലെറ്റർ സീലോട് കൂടി ഒരു അഡ്വാൻസ് ലെറ്റർ കൂടെ വെച്ചിട്ട് നമ്മൾ കമ്മീഷന് മുൻപാകെ ഹാജരാക്കും. ഓക്കെ ഓക്കെ. നിങ്ങൾ ആരാണ് ആദ്യം തുടങ്ങുന്നത്? രമേശാണ് കസ്റ്റമർ തുടങ്ങിക്കോട്ടെ. മിസ്റ്റർ രമേശ്. ഓക്കെ മിസ്റ്റർ രമേശ്, രമേശിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡിസ്പ്യൂട്ടിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അത് നമുക്ക് എങ്ങനെ ചർച്ച ചെയ്ത് സോൾവ് ചെയ്യാം എന്നുകൂടെ പറയുക. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കാനുള്ളത്.
എൻ്റെ പേര് രമേഷ് കുമാർ എന്നാണ്. ഞാൻ എറണാകുളം ലേബർ കോടതിയിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ വൈഫും എംപ്ലോയിഡാണ്. 2 കുട്ടികളുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ 17/5/2019 ഒരു LG വാഷിംഗ് മെഷീൻ ടോപ്പ് എൻഡ് ആണത്. അതായത് ഡയറക്റ്റ് ഡ്രൈവ് വാഷിംഗ് മെഷീൻ വിത്ത് സ്റ്റീം വാഷിംഗ് കൂടെയുള്ള ടോപ്പ് എൻഡിലുള്ള മോഡൽ. അതിന് വില 55,000 റുപ്പീസായി. അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ഒരു ഗ്യാരണ്ടി പ്രകാരം അതിന് 5 വർഷത്തെ ഗ്യാരണ്ടിയും വാറണ്ടിയും അവർ തന്നിട്ടുണ്ട്. അത് 17-ാം തീയതി മേടിച്ചു. 19-ാം തീയതി അവരുടെ ടെക്നീഷ്യൻ വന്നു, അത് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. ഇറ്റ്സ് ഓക്കെ. അതിനുശേഷം പക്ഷേ പിന്നീടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കുഴപ്പങ്ങൾ തുടങ്ങുന്നത്. ഞാനതൊന്ന് ചുരുക്കി പറയാം. 26/2019 മെഷീൻ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. അപ്പോൾ പിറ്റേ ദിവസം അന്ന് തന്നെ കംപ്ലൈൻറ്റ് ചെയ്തു. അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ കമ്പനിയുടെ LGയുടെ 21/6 പിറ്റേ ദിവസം തന്നെ വന്ന് ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ചെറിയ തകരാറാണ്, അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയത്, ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. 30/6/2019 അടുത്തത് നോക്കിക്കഴിഞ്ഞപ്പോൾ വാഷിങ്ങിൻ്റെ ടബിനകത്ത് മുഴുവൻ വെള്ളമായിട്ട് തന്നെ കിടക്കുകയാണ്. ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. അത് അവർ 1/7/2019 വന്നു. അത് ഡ്രെയിൻ പൈപ്പിൻ്റെ ഒരു കുഴപ്പമാണ്, അത് ഞങ്ങളിപ്പോൾ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്നില്ലല്ലോ. അതെ രമേശ്, അതെ, നെറ്റിന് എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. കാരണം 15/7/2019 ഞാൻ അതിന് സ്റ്റീം വാഷാണ് ഉപയോഗിച്ചത്. അത് വർക്ക് ചെയ്തേ ഇല്ല. അത് 18/7/2019 അവർ വന്ന് ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തു. അതൊരു ചെറിയ കംപ്ലൈൻ്റ് ആണെന്നൊക്കെ അവർ ടെക്നിക്കൽ പദങ്ങളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞിട്ട് പോയി. പിന്നെ അഗെയിൻ 2/8/2019 മെഷീൻ പെട്ടെന്ന് നിന്ന് ഒരു വലിയ ഒച്ചയും കേട്ടു. അതും 3/8/2019 വന്ന് അവർ നന്നാക്കി തന്നു. എന്തോ ഫ്യൂസ് പോയതാണെന്ന് പറഞ്ഞു. 20/8/2019 മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. അതും 21/8/2019 വന്ന് ചെയ്തു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 6-ാം മാസം തുടങ്ങി 8-ാം മാസത്തിനുള്ളിൽ 5 പ്രാവശ്യം ഈ മെഷീൻ കേടായി പോവുകയാണ് ചെയ്തത്. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഈ മെഷീൻ ഉപയോഗിക്കൽ നിർത്തി. എൻ്റെ ലീവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ നിന്ന്. കാരണം ഇവർ വർക്കിംഗ് ഡേയിലാണ് വരുന്നത് ടെക്നീഷ്യൻ, അല്ലാതെ ഇവർ ഞായറാഴ്ച വരില്ല. അപ്പം ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടാകുന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു ലീവ് പോകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാനത് 25/8/2019 LG കമ്പനിക്ക് ഒരു രജിസ്ട്രേഷൻ നോട്ടീസ് അയച്ചു. ഞാൻ പറഞ്ഞിരുന്നത് ഈ മെഷീനും തിരിച്ചെടുത്തിട്ട് അതിൻ്റെ വിലയായിട്ടുള്ള 55,000 പ്ലസ് ഒരു 10,000 കോമ്പൻസേഷനും തരാൻ പറ്റും. അതിനൊരു മറുപടിയും കിട്ടിയില്ല. മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ ഞാൻ എറണാകുളം കൺസ്യൂമർ റിഡ്രസ് ഫോറത്തിൽ 3/10/2019 കേസ് ഫയൽ ചെയ്തു. അത് പിന്നീട് പല ഇത് നീണ്ടു പോയിട്ട് ഒരു 6 സിറ്റിങ്ങുകൾ കഴിഞ്ഞു. സെറ്റിങ്ങുകൾ കഴിഞ്ഞിട്ട് അതിനകത്തൊന്നും ആകാത്തതുകൊണ്ട് അത് അവിടുന്ന് ഈ മീഡിയേഷന് വിട്ടു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് എനിക്കൊന്ന് ഓക്കെ മിസ്റ്റർ രമേഷ് കുമാർ, നിങ്ങൾ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇത്രയും വില കൊടുത്ത് വാങ്ങിയ നൂതനമായിട്ടുള്ള വാഷിംഗ് മെഷീന് നിങ്ങൾക്ക് വേണ്ടത്ര കാര്യക്ഷമമായിട്ട് ഉപയോഗത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? അതെ. അപ്പൊ ഏതാണ്ട് ഒരു 5 തവണയോളം ഈ മെഷീന് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് നിങ്ങൾ പറയുന്നു. 3 മാസത്തിനുള്ളിൽ. 3 മാസത്തിനിടയ്ക്ക് ഏതാണ്ട് 17/5/2019 നിങ്ങൾ ഈ മെഷീൻ വാങ്ങുന്നത്. ഓക്കെ. അപ്പൊ ഈ മെഷീൻ ഉണ്ടായിട്ടും നിങ്ങൾ കൂടുതൽ സമയം എടുത്തിട്ട് നിങ്ങൾക്ക് ഹാൻഡ് വാഷ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നേരിടുന്നതാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ശരിയല്ലേ? അതെ. അപ്പോ നിങ്ങൾ ഈ ഒരു മിനിറ്റ്, കുട്ടികൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം യൂണിഫോം അലക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അത് നടക്കുന്നില്ല. ഞാൻ തന്നെ പിന്നെ കഴുകിയിടേണ്ടി വരുന്നു. പിന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഓഫീസിൽ നിന്ന് ലീവ് എടുക്കുക. ഓക്കെ. അപ്പോ നിങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങൾ വൈഫും എംപ്ലോയിഡ് ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. 2 കുട്ടികളും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഉപകരണം വാങ്ങിച്ചത് വേണ്ടത്ര പ്രയോജനത്തിൽ വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള
ഒരു സ്ട്രെസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പ്രോപ്പറായിട്ട് യൂണിഫോം ചെയ്ത് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് നിരവധി തവണ ലീവ് എടുക്കേണ്ടി വരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വന്നത്? അങ്ങനെയല്ലേ? ഞാൻ നിങ്ങളുടെ ഉപയോഗക്രമത്തിൽ നിന്നും വന്ന ഒരു മിസ്റ്റേക്ക് അല്ല ഈ മിഷന്റെ പ്രവർത്തനം അടിക്കടി നിന്നു പോകുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, ശരിയാണോ? അതെ അതെ അതെ, അവര് പറഞ്ഞ അനുസരിച്ചിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ജോലി സംബന്ധമായിട്ട് കൃത്യമായിട്ട് എത്താൻ സാധിക്കുന്നില്ല. റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 5 തവണയോളം നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? അതെ അതെ. അപ്പോ നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോ ഇങ്ങനെ ഇത്രയും രൂപ കൊടുത്തൊരു മിഷൻ വാങ്ങിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഒരു മെന്റൽ സ്ട്രെസ് നിങ്ങളിപ്പോ നിലവിൽ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ. അതിപ്പോ ഈ ഒരു മിഷൻ കമ്പനി തിരിച്ചെടുത്തുകൊണ്ട് അതിന്റെ വിലയായിട്ടുള്ള ഏതാണ്ട് 55,000 രൂപയും അതോടൊപ്പം തന്നെ ഒരു 10,000 രൂപ നഷ്ടപരിഹാരമായിട്ട് കോമ്പൻസേഷൻ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ശരിയല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ അതെ. അപ്പോ ഒരു സംശയം ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഏതാണ്ട് ഈ 17/5 വാങ്ങിച്ച ഈ മിഷൻ ഏതാണ്ട് 20/8/2019 കംപ്ലീറ്റ് ആയിട്ട് ശബ്ദത്തോടെ നിന്നുപോയി എന്ന് നിങ്ങൾ പറഞ്ഞു. അത് അതിന് മുമ്പിലത്തെ പ്രാവശ്യമാണ്. 20/8 പിന്നെ നിന്നുപോയി. ഓക്കെ, അവസാനമായി. അപ്പോ അതിനുശേഷം 21/8 ഈ ഒരു സാധനം കമ്പനിയുടെ ഭാഗത്തു നിന്ന് സർവീസ് ചെയ്തു നിങ്ങൾ പറയുന്നുണ്ട്, ശരിയാണോ? സർവീസ് അതിനുശേഷം നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇരട്ടിപ്പണിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തി. അപ്പൊ ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു? അല്ല, എന്റെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് രണ്ടാമത് അലക്കല്, സമയം, വീട്ടിലെ ടൈം വേസ്റ്റ്, ഓഫീസിൽ പോകാൻ പറ്റുന്ന ആ ദിവസങ്ങളിൽ ലീവ് എടുക്കേണ്ടി വരുന്നു, ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്തതായിട്ട് കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന ആരാണ്? പോൾ പി വർഗീസ്. ഓക്കെ, മിസ്റ്റർ പോളിനോട് പറയാനുള്ളത്, മിസ്റ്റർ പോൾ, നിങ്ങൾ രമേശ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടിയായിട്ടല്ല കാര്യങ്ങൾ പറയേണ്ടത്, മറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടില് എന്താണ് ഇഷ്യൂ, അതിന്റെ സൊല്യൂഷൻ എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ ഒരു സൊല്യൂഷനിലെത്താം എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ മിസ്റ്റർ രമേശ് കുമാർ കൺസ്യൂമറിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞതിന്റെ റിപ്ലൈ ആയിട്ടല്ല നിങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ. എന്റെ പേര് പോൾ പി വർഗീസ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 8 വർഷമായി ഞാൻ കൊച്ചിൻ സോണിന്റെ റീജിയണൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഞങ്ങൾ 40% മാർക്കറ്റ് ഷെയർ ഞങ്ങളുടെ കമ്പനിക്കുണ്ട് ഇപ്പോൾ നിലവില്. ഞങ്ങള് വളരെ നല്ല മെഷീൻ തന്നെയാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഞങ്ങള് മെഷീന്റെ കൂടെ തന്നെ ഈ ഒരു യൂസർ മാനുവൽ വിത്ത് വാറന്റി കാർഡ് ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇൻസ്റ്റലേഷൻ സമയത്ത് ഞങ്ങളുടെ ടെക്നീഷ്യൻ അത് ഡെമോ ചെയ്ത് കാണിച്ച് കസ്റ്റമറിന് എല്ലാ അതിന്റെ ഫങ്ഷൻസും എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ഈ 5 ഈ കംപ്ലൈന്റും ഞങ്ങളുടെ കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് അതിനുള്ള ഞങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം സ്റ്റഡി ചെയ്തപ്പോ ഈ ഡെമോ സമയത്ത് ഇദ്ദേഹത്തിന്റെ വൈഫോ അല്ലെങ്കിൽ വേറെ ആരോ അത് കാണാനില്ലായിരുന്നു, ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ആ യൂസർ മാനുവൽ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഇതിന്റെ അകത്ത് ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് വെള്ളം അതിൽ കെട്ടിക്കിടന്നു എന്നുള്ള കംപ്ലൈന്റ് ഞങ്ങളുടെ ടെക്നീഷ്യൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു കോയിൻ ഔട്ട്ലെറ്റിന്റെ അവിടെ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് അത് ആ ഔട്ട്ലെറ്റ് പൈപ്പ് ബ്ലോക്ക് ആവുകയും മെഷീന്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്തത്. അപ്പൊ അതൊരു ഇംപ്രോപ്പർ യൂസ് അല്ലെങ്കിൽ മിസ്ഹാൻഡ്ലിങ് ഓഫ് മെഷീൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിന്റെ ഈ കംപ്ലൈന്റുകൾ വെച്ച് കാണുന്നത്. ഒന്നെങ്കിൽ ഓവർലോഡ് ചില സമയത്ത്, അല്ലെങ്കിൽ വോൾട്ടേജിന്റെ വേരിയേഷൻ. ഇവരുടെ പ്രദേശത്ത് എപ്പോഴും വോൾട്ടേജ് വേരിയേഷൻ ഉണ്ട്, അത് മെഷീനെ അഫക്റ്റ് ചെയ്യും. അത് പ്രത്യേകം ഞങ്ങൾ യൂസർ മാനുവലിൽ ഇതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയെല്ലാം ഇതിന്റെ അകത്ത് ഉള്ള ഒരു വാറന്റി കണ്ടീഷന്റെ 8ാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്, ഇത് കമ്പനീസ് ഒബ്ലിഗേഷൻ അണ്ടർ ദിസ് വാറന്റി ഷാൽ ബി ലിമിറ്റഡ് ടു റിപ്പയർ ഓർ പ്രൊവൈഡിങ് റീപ്ലേസ്മെന്റ് ഓഫ് പാർട്സ് ഓൺലി. അപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വിത്തിൻ 24 hours ഞങ്ങളുടെ ടെക്നീഷ്യൻ
ഏത് കംപ്ലൈന്റും അത് എവിടെയാണെങ്കിലും ചെന്ന് അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ അത് സോൾവ് ചെയ്ത് ആ സമയത്ത് തന്നെ അതിന്റെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഞങ്ങളുടെ കമ്പനിയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മിസ്ഹാൻഡ്ലിംഗ് ഓഫ് മെഷീൻ ഓർ ഇംപ്രോപ്പർ യൂസ് ആണ്. ഇതില് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ശരിയാണ്, ഇപ്പൊ എന്ത് വേണമെങ്കിലും കമ്പനി ചെയ്തു കൊടുക്കാം. അങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഈ മെഷീന് കാണുന്നില്ല. അതാണ് ഞങ്ങളെ സംബന്ധിച്ച കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന ഈ രീതിയിലുള്ള ഈ മെഷീൻ ഇതൊരു റീപ്ലേസ്മെന്റ് വാറന്റി അല്ല. അപ്പൊ ഇതൊരു ഞങ്ങളെ റിപ്പയർ ചെയ്യാനുള്ള ഒരു 5 വർഷത്തേനുള്ള വാറന്റിയാണ് റിപ്പയറിങ്. അതിന്റെ 10 years ഇതിന്റെ മോട്ടറിന് ഞങ്ങൾ വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഹൈ സംസാരിക്കാനുള്ള അവസരം തന്നതാണ്. ഇതിപ്പോ കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് സംസാരിക്കട്ടെ. ഒന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്യും. അപ്പൊ ഇത് ഞങ്ങൾക്ക് സൺഡേയിൽ ഏതായാലും ഞങ്ങളുടെ ടെക്നീഷ്യനും ലീവ് വേണം. അപ്പൊ സൺഡേ ചെന്ന് നന്നാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ കമ്പനീനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇതിലില്ല. ഞങ്ങളുടെ എംപ്ലോയീസിന് ലീവ് വേണം. അപ്പൊ വർക്കിംഗ് ലീവ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കമ്പനിയെ സംബന്ധിച്ച് ഞങ്ങൾ ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തില് ഈ മെഷീൻ തിരിച്ചെടുക്കുകയും അതിന്റെ ക്യാഷ് കൊടുക്കുകയും പിന്നെ 10,000 rupees ഡാമേജസ് പേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കമ്പനീനെ സംബന്ധിച്ച് ഞങ്ങൾക്കത് ഒരിക്കലും അത് അഫോർഡബിൾ അല്ല. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഓക്കെ മിസ്റ്റർ പോൾ, നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ ഒരു വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു MNC ആണ്. ഈ മേൽപ്പറഞ്ഞ വാഷിംഗ് മെഷീന്റെ മോഡലാണ് ഈ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞു, ശരിയല്ലേ? വളരെയധികം ഒരു വേരിയന്റ് ആണ്, ഡിഫക്റ്റ് ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, ശരിയല്ലേ? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇതിന്റെ 5 സ്റ്റെപ്പ് ക്വാളിറ്റി അഷുറൻസ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇതിലൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയാനായിട്ട് ഇതില് ഞങ്ങളുടെ ടെക്നീഷ്യനും ഇതിനകത്ത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നും ഇല്ല ഈ മെഷീന്. ഇത് ഇംപ്രോപ്പർ യൂസ് എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഇത് കസ്റ്റമർ അത് മിസ്ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് വരുന്ന ഒരു പ്രോബ്ലം. ഓരോ പ്രോഡക്റ്റിന്റെ ഒപ്പം കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ് മാനുവലും അതുപോലെ തന്നെ വാറന്റി ടേംസ് ആൻഡ് കണ്ടീഷൻസും നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്നീഷ്യൻ വന്നാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകളുടെ വീട്ടിൽ ചെന്ന് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡെമോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, ശരിയാണോ? അതെ അതെ അതെ, കൃത്യമായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ 5 year റിപ്പയർ സർവീസും അതുപോലെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റില് റിപ്പയർ, അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 10 വർഷം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ മോട്ടറിനും വാറണ്ടി കൊടുക്കുന്നുണ്ട് എന്നാണ് കമ്പനിയുടെ ടേംസിൽ പറയുന്നത്, ശരിയല്ലേ? അങ്ങനെയല്ലേ? അപ്പോ കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്ഹാൻഡ്ലിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ യൂസ് ആണ് ഈ ഒരു ഡിഫക്റ്റ് ഇങ്ങനെ ഒരു 5 തവണ ഈ ഇഷ്യൂ ഉണ്ടാവാൻ കാരണം എന്നാണ് നിങ്ങൾ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയാണോ? അതെ അതെ അതെ. കൂടാതെ ഈ നമ്മുടെ കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ മിസ്റ്റർ രമേഷ് കുമാറിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തെ ഒരു വോൾട്ടേജ് വേരിയേഷനും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒരു പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? പിന്നെ ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി എന്ന് വെച്ചാൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷന് നമ്പർ 1 പ്രയോറിറ്റി കൊടുക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾക്ക് സെയിൽ നടക്കുന്നത് തന്നെ. അപ്പോ ഏതാണ്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കോമ്പൻസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ പ്രോഡക്റ്റ് തിരിച്ചെടുക്കുക എന്ന ഈ 2 വ്യവസ്ഥകളും നിങ്ങളുടെ ഈ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? അതെ അതെ. അപ്പോ നിങ്ങൾ ഈ വിൽക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏതെങ്കിലും പാർട്സ് റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമേ നിങ്ങളുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഉള്ളൂ. അതെ, പാർട്സ് വേണമെങ്കിൽ പാർട്സ് അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുക ഫ്രീ ഓഫ് കോസ്റ്റ്. അതെ അതെ, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ? അതെ അതെ ശരി. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ഇരുകൂട്ടരുടെയും കൺസേൺസ് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ മിസ്റ്റർ രമേഷ് കുമാർ പറഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇതിന്റെ പിന്നില് സമയം കുറച്ചധികം തന്നെ ചെലവാക്കേണ്ടി വരുന്നുണ്ട്. കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ടൈം അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ ആയിട്ട് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ വളരെ 55,000 രൂപ കോസ്റ്റ് കൊടുത്ത് വാങ്ങിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മെഷീന്റെ വില. അപ്പൊ മണി നമുക്കൊരു
ഫാക്ട് ആണ്, മണി കൺസേൺ ആണ്. അതുപോലെ അദ്ദേഹത്തിന് ജോലി സമയം അയാൾക്ക് ക്രമീകരിച്ച് കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന് ജോലിക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് ജോബ് ഒരു കൺസേൺ ആയിട്ട് എടുക്കാം. പിന്നെ ഈ മിഷനില് തുണികൾ പലപ്പോഴും സ്റ്റക്കായി പോകുന്നതുകൊണ്ട് എടുത്തിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ടി വരുന്നു എന്നൊരു കാര്യം കൂടെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതാണ്. അപ്പൊ എക്സ്ട്രാ എഫേർട്ടിനെ നമുക്കൊരു കൺസേൺ ആയിട്ട് എഴുതാം. പിന്നെ ഈ പറയുന്ന പോലെ ഈ മീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹത്തിന് സ്ട്രെസ് വരുന്നുണ്ട്, പല കാര്യങ്ങളിലും പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ ഒരു റിപ്പയർ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു മെന്റൽ ഒരു സ്ട്രെസ് നമുക്കൊരു കൺസേൺ ആയിട്ട് എഴുതാം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ വാഷിംഗ് മെഷീന്റെ വിലയായ 55,000 രൂപ റീഇംബേഴ്സ് ചെയ്യണം കമ്പനി സൈഡിൽ നിന്നാണ്. സോ റീഇംബേഴ്സ്മെന്റിനെ നമുക്കൊരു കൺസേൺ ആയിട്ട് എഴുതാം. 10,000 രൂപ അദ്ദേഹം അതോടൊപ്പം തന്നെ കോമ്പൻസേഷനും ആവശ്യപ്പെടുന്നുണ്ട്. കോമ്പൻസേഷൻ നമുക്കൊരു ഘടകമാണ്, ഒരു കൺസേൺ ആണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് കമ്പനി തിരിച്ചെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് റിട്ടേൺ ഓഫ് പ്രോഡക്റ്റ് നമുക്കൊരു കൺസേൺ ആയിട്ട് എടുക്കാം. വേറെ എന്തെങ്കിലും കൺസേൺസ് രമേശിന് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല മാഡം. അപ്പോ മിസ്റ്റർ പോള് പറഞ്ഞ, കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് വന്ന പോള് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കമ്പനിക്ക് കൃത്യമായിട്ടുള്ള വാറണ്ടി പോളിസീസും കാര്യങ്ങളും ഉണ്ട്. അത് ഫോളോ ചെയ്താണ് ഉണ്ടാവുന്നില്ല എന്നാണ് പോള് പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ വാറണ്ടി അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ ആയിട്ട് വെക്കാം. പിന്നെ അവരുടെ കമ്പനിയുടെ ഓരോ പ്രോഡക്റ്റും വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട്, അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അദ്ദേഹത്തിന്റെ കൺസേൺ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ വളരെയധികം റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്പനിയാണ്, കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാത്ത വിധത്തിൽ ആണ് അവര് കാര്യങ്ങൾ ചെയ്തു വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ. അതുകൊണ്ട് റെപ്യൂട്ടേഷൻ ഒരു കൺസേൺ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ കേസ് പോയി ടൈം ഒരുപാട് എടുക്കാതെ ഇത് പരിഹരിച്ച് തീർക്കുക എന്നുള്ള ഒരു ഇതും അവരുടെ ഭാഗത്തുനിന്ന് ഉള്ളതായിട്ട് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ലിറ്റിഗേഷൻ ഒരു കൺസേൺ ആയിട്ട് എടുക്കാം. പിന്നെ കൺസ്യൂമറിനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവർ സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഒരു കൺസേൺ ആയിട്ട് എടുക്കാം. പിന്നെ കൃത്യമായിട്ട് അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. ഏതാണ്ട് ഈ 5 തവണക്കിടയ്ക്ക് ഒരു തവണ അത് ഈ കസ്റ്റമറിന് ഒരിക്കലും സർവീസ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. 5 തവണയും കറക്റ്റ് ആയിട്ട് ചെന്ന് ഞങ്ങളുടെ സർവീസ് പേഴ്സൺ ചെയ്തിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു. അപ്പൊ ഏതാണ്ട് 5 തവണയും ഒരു ദിവസം മാത്രമേ ഒരു ചെറിയൊരു ഡിലേ, ഒരു 2 ഡേയ്സിന്റെ ഡിലേ ഉള്ളതായിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ ഡേറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ പ്രോംപ്റ്റ് സർവീസ് നിങ്ങളുടെ ഒരു കൺസേൺ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോ ഇതിൽ നിന്ന് നമുക്കൊരു ഒരു എന്താണ് പോളിന് ഇനി മറ്റെന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ പോളിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി സൈഡ്? ഇല്ല മാഡം, ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. നമ്മൾ അപ്പൊ ഇതിൽ നിന്ന് ഒരു കോമൺ അജണ്ട സെറ്റ് ചെയ്താല് വാറണ്ടി, കോമ്പൻസേഷൻ, റീഇംബേഴ്സ്മെന്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻ, റിട്ടേൺ, അവോയ്ഡ് ലിറ്റിഗേഷൻ, ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ഇരുകൂട്ടരും തമ്മിലുള്ള ഒരു കോമൺ നേച്ചറിൽ വരുന്നത്. അപ്പോ ഈ കോമ്പൻസേഷൻ സംബന്ധമായിട്ട് എന്താണ് കമ്പനി സൈഡിന് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് കോമ്പൻസേഷൻ ഒരു കാരണവശാലും കോമ്പൻസേഷൻ കൊടുക്കാൻ ഈ ഒരു കാര്യത്തില് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോളിസി ഇല്ല. ഞങ്ങളത് ഒരിക്കലും അത് എന്റർടൈൻ ചെയ്യുകയില്ല. കോമ്പൻസേഷനെ കുറിച്ച് ആലോചിക്കാൻ പോലും വേണ്ട. ഓക്കെ. അപ്പോ അതോടൊപ്പം നമ്മളുടെ ഈ എന്താണ് റീഇംബേഴ്സ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനും അതോടൊപ്പം തന്നെ കോമ്പൻസേഷനെ കുറിച്ചും എന്താണ് കൺസ്യൂമറായ മിസ്റ്റർ രമേഷ് കുമാറിന്റെ സൈഡിൽ നിന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ടോപ്പ് എൻഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് തുണി ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞ് ഡ്രൈ ചെയ്ത് ഡ്രയർ കൂടി ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ട് അത് എടുക്കുക എന്നുള്ളതാണ്. ഇത് അതിൻ്റെ ഒരു ആവശ്യം നടന്നിരിക്കുന്ന ദിവസങ്ങൾ വളരെ പരിമിതമാണ്. അപ്പം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പം ഇത് എടുത്തുകൊണ്ട് പോവുക, എൻ്റെ കഷ്ടപ്പാടിന് 10,000 രൂപ നഷ്ടപരിഹാരം കിട്ടുക, അതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ മെഷീൻ ഞങ്ങള് കമ്പനി റീപ്ലേസ് ചെയ്യാനുള്ള യാതൊരു കണ്ടീഷനും ഞങ്ങള് സെയിൽ ചെയ്തപ്പോൾ തന്നിട്ടില്ല. അങ്ങനെ ഒരു മെഷീന്റെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് ഇതുവരെയും അത് കണ്ടിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് തിരികെ എടുക്കുന്ന കാര്യവും കമ്പനീനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ ഒന്നും അല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് സെഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു കോക്കസ് സെഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രൈവറ്റ് സെഷനിൽ പങ്കെടുക്കാനായിട്ട്
നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എനിക്ക് എന്നോട് ഈ ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ? സംസാരിക്കാവുന്നതാണ്. ഉണ്ട്, പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം. ഉണ്ട്. അപ്പൊ ആരാണ് ആദ്യം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ എത്തുന്നത്? ഞാൻ കമ്പനിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കാം. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോ മിസ്റ്റർ പോള്, അപ്പൊ നമ്മളിവിടെ ഈ ഒരു പ്രൈവറ്റ് സെഷനിൽ നേരത്തെ പറഞ്ഞതാണ്, എങ്കിൽ ഒരിക്കൽ കൂടി പറയുവാണ്. നമ്മൾ ഈ പ്രൈവറ്റ് സെഷനിൽ നിങ്ങൾ എന്നോട് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഒരു കാരണവശാലും അത് പുറത്തേക്ക് പോവുകയില്ല. ഈ ഒരു ഇഷ്യൂവിന്റെ ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് മറുവശത്ത് ഇത് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർമിഷനോട് കൂടി മാത്രമേ ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുകയുള്ളൂ. അപ്പോ മാഡം, ഈ കോമ്പൻസേഷൻ എന്നുള്ള ഒരു കാര്യം ഏതായാലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ഞങ്ങളുടെ കമ്പനി ഇത്ര റെപ്യൂട്ടേഷനുള്ള കമ്പനിയാണ്. പിന്നെ കൂടുതൽ ഈ ലിറ്റിഗേഷൻ ഞങ്ങൾക്ക് നീട്ടിക്കൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങളൊരു കസ്റ്റമറെ, ഞങ്ങളത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങൾക്ക് ഒരു കസ്റ്റമറെയും അങ്ങനെ വെറുപ്പിക്കുന്ന ഒരു കാര്യത്തിലോട്ട് ഞങ്ങൾക്കും താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞത്, ഞാനൊന്ന് ഇന്റർഫിയർ, നമുക്ക് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാത്ത വിധത്തില് നമുക്കൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ അകത്ത് നമുക്ക് ഡാമേജസ്, നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് ആലോചിക്കുക പോലും ചെയ്യില്ല. ബാക്കി എന്തെങ്കിലും ഒരു ഇതിൽ ഞങ്ങളിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേസ്മെന്റ് ചെയ്യാം. പക്ഷെ റീപ്ലേസ്മെന്റ് ചെയ്താലും അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതിന്റെ വാറന്റി എന്ന് പറയുന്നത് ഒറിജിനൽ പർച്ചേസ് പ്രൈസ് തൊട്ടേ കൊടുക്കുള്ളൂ, അല്ലാതെ പുതിയ മെഷീൻ കൊടുക്കുമ്പോൾ. ഇതിപ്പോ ഇങ്ങനെ ഒരു നിങ്ങളുടെ ഒരു കൺസേൺ, ഒരു റെപ്യൂട്ടേഷൻ നിങ്ങളുടെ ഒരു കൺസേൺ ആയിട്ടിരിക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക വഴി നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു പബ്ലിക് ആക്കാതെ നമുക്കൊരു ലിമിറ്റഡ് ഏരിയക്കുള്ളിൽ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ നമുക്കത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇങ്ങനെ ഇപ്പൊ ഇത്രയും നാളായി ഇതൊരു കമ്പനിക്ക് അതൊരു ബാഡ് മാർക്ക് വരേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് അതൊരു സഫർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് പക്ഷെ ഞങ്ങളുടെ ഈ കണ്ടീഷൻസ് പാലിക്കാൻ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അങ്ങനെ റീപ്ലേസ്മെന്റ് ചെയ്തു കൊടുക്കാം കമ്പനിക്ക്. അതിന് വിരോധമില്ല. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ നമ്മള് എല്ലാ കസ്റ്റമറും ഇങ്ങനെ പല കസ്റ്റമറും വന്നിങ്ങനെ പറയാറുണ്ട്. ഞങ്ങൾ ആദ്യമൊക്കെ വളരെ അതിനത്ര വില്ലിങ് ആവാറില്ല. കാരണം ഇതിന്റെ വാറന്റി വെച്ച് തന്നെയാണ് നമ്മൾ ഇതെല്ലാം വിൽക്കുന്നത്. പ്രോപ്പർ സർവീസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ കസ്റ്റമറും ഇതിപ്പോ ഒരു ജെനുവിൻ ഒരു രീതിയിൽ ഏകദേശം ഞങ്ങൾ കണ്ടുകൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു റീപ്ലേസ്മെന്റ്, അല്ലാതെ മെഷീൻ തിരിച്ചെടുത്ത് ഫുള്ള് ക്യാഷ് തിരികെ കൊടുക്കുക എന്നുള്ള കാര്യം ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു മെഷീൻ ഇപ്പൊ റീഇംബേഴ്സ്മെന്റിനോടൊപ്പം തന്നെ ഒരു കോമ്പൻസേഷൻ എന്നൊരു കാര്യം കൂടെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഈ കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ഒരു കോമ്പൻസേഷൻ? ഇപ്പൊ 5 തവണ ഫ്രീ ആയിട്ട് പോയി ഞങ്ങളുടെ ആള് പോയി റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് കോസ്റ്റ് വന്നിട്ടില്ലേ? അതിപ്പോ അത്രയും തവണ ഇത്രയും പേഷ്യന്റ് ആയിട്ട് ഇങ്ങനെ കോയിൻ കുടുങ്ങിയിട്ട് വരെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ പോയി അടുത്ത പ്രാവശ്യം റിപ്പയർ ചെയ്ത് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൂടുതൽ ഓവർലോഡ് ചെയ്യുക, ഇങ്ങനെ മിസ്ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വാറന്റിയുടെ ആ കണ്ടീഷൻ തന്നെ പോയി. അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അത് ഇംപ്രോപ്പർ യൂസിന് വാറന്റി കൊടുക്കുക പോലും വേണ്ട എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത്രയും ഞങ്ങൾ ചെയ്ത സ്ഥിതിക്ക് കോമ്പൻസേഷൻ ആലോചിക്കണ്ട. ഒരു 50-50 ചാൻസ് നമുക്ക് ഇതിൽ കണ്ടുകൂടെ? ഒരു പക്ഷെ ഏതെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു പീസിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഏത് രീതിയിലും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ഈ സെയിം മോഡലിന് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ള മെഷീനിന് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരു മിസ് ഹാൻഡ്ലിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും കംപ്ലൈന്റ് വരുന്നത്. ഇതൊരു ടോപ്പ് എൻഡ് ആയതുകൊണ്ട് അതിന്റെ യൂസർ മാനുവൽ ഒരു വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഏതായാലും ഒരു കമ്പനി ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യാം. അതൊരു റീപ്ലേസ്മെന്റ് കൊടുത്ത് അത് ഇനി ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ വിഷമം മാറട്ടെ എന്നുള്ള രീതിയിൽ കമ്പനിക്ക് ചിന്തിക്കാം. റീപ്ലേസ്മെന്റ് ഒരിക്കലും ഡാമേജസ് പേ ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ ഇല്ല, കൊടുക്കില്ല.
അപ്പൊ മിസ്റ്റർ പോൾ, നിങ്ങൾ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ട ഇതുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ മിഷൻ അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാണ്. അതേസമയം കോമ്പൻസേഷൻ എന്നുള്ള ഒരു ഇതിൽ നിന്ന് നിങ്ങൾ അതിന്റെ വാറന്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനൽ പർച്ചേസ് ഡേറ്റ് ആയിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് കസ്റ്റമറിനോട് പറയുകയും ചെയ്യണം. അവരാദ്യം വാങ്ങിച്ച 17/5/2019. അതെ. ശരി. അപ്പൊ മിസ്റ്റർ പോള്, ഇതിപ്പോ നമ്മളിവിടെ ഈ സംസാരിച്ച കാര്യങ്ങൾ നമ്മുടെ ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ അപ്പുറത്തേക്ക് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? വിരോധമൊന്നുമില്ല. ശരി. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ. ഇനി അടുത്ത മിസ്റ്റർ രമേഷ് കുമാർ ആണ്. അപ്പൊ മിസ്റ്റർ രമേഷ് കുമാർ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഒരു സൊല്യൂഷനിൽ എത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അനുവാദം വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തുടങ്ങാം. അതെ മാഡം, ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ 25,000 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ ക്യാഷായിട്ട്. വൈഫ് പറഞ്ഞത് IFBയുടെ മേടിച്ചാൽ മതി എന്നാണ്. എൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്താണ് അതിൻ്റെ ആ പറഞ്ഞ വിലയുടെ ഇരട്ടി കൂടുതലുള്ള ഈ LGയുടെ വാഷിംഗ് മെഷീൻ മേടിച്ചത്. അപ്പോൾ പൈസ തികയാത്തതുകൊണ്ട് ഉള്ളത് പറഞ്ഞ വൈഫിൻ്റെ ഒരു സ്വർണം കൂടി പണയം വെക്കേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത കാരണം എനിക്ക് വീട്ടിൽ തന്നെ നാണക്കേട്. ഏത് നേരം നമ്മളെ കളിയാക്കുന്ന സ്ഥിതിയാണ്. ഓഫീസിലാണെങ്കിലോ സെക്രട്ടറിയുടെ വാഷിംഗ് മെഷീൻ കേടായിരിക്കും, അതായിരിക്കും ഇന്ന് ലീവ് എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെയും കളിയാക്കുന്ന ഒരു സ്ഥിതിയാണ്. മൊത്തത്തിൽ ഇത് നമുക്ക് ധനനഷ്ടം മാത്രമല്ല, സമയനഷ്ടവും മാനസികമായിട്ടുള്ള ഈ കളിയാക്കലും കൂടി ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി കിട്ടിച്ചാൽ മതി എനിക്ക്. അപ്പൊ ഞാൻ കമ്പനി സൈഡിൽ സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവര് ഒരു പുതിയ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറാണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക, ഇതൊരു 50-50 ചാൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇപ്പോ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു യൂണിക് പീസിൽ ഉണ്ടായ ഒരു ഡിഫക്റ്റും ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 തവണയോളം ഇങ്ങനെ ഒരു റിപ്പയർ വന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതുമാകാം. അങ്ങനെ ആവാം എന്നേ ഞാൻ പറയുന്നുള്ളൂ, അങ്ങനെയാണെന്നല്ല ഒരിക്കലും പറഞ്ഞു. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു ഇത് ഉണ്ടാവാം, അങ്ങനെ ആവാം. അപ്പോൾ അതോടൊപ്പം ഞാൻ അവരോട് സംസാരിച്ചതിൽ നിന്ന്, അവരുടെ ഒഫീഷ്യൽസിനോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് അവരൊരു പുതിയ വാഷിംഗ് മെഷീൻ എന്നുള്ള ഒരു ഇതില് അവര് ഓക്കെയാണ്. അതോടൊപ്പം തന്നെ പക്ഷെ ഈ കോമ്പൻസേഷനായിട്ടുള്ള ഒരു 10,000 രൂപ തരുന്നതിൽ അവര് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല കാണിക്കുന്നത്. പിന്നെ അവര് ഈ നമ്മളുടെ മിസ് ഹാൻഡ്ലിംഗ് ആണെന്ന്, അതുകൊണ്ടാണ് ഇത്രയധികം തവണ വന്നത് എന്നുള്ളതാണ് അവരുടെ സർവീസ് എഞ്ചിനീയർ അവര് ഈ 5 തവണയും അവിടെ വന്ന് വിസിറ്റ് ചെയ്തതിന്റെ ഒരു റിപ്പോർട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്തിരുന്നു നേരത്തെ. അപ്പൊ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒരുപക്ഷെ ഈ ഒരു 50-50 ചാൻസ് ആണ് ഒരുപക്ഷെ അവരുടെ യൂണിക് പീസിൽ ആ ഒരു പീസിന് മാത്രം ഉണ്ടായ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു യൂസ് ചെയ്തതിനുള്ള ഒരു ഡിഫക്റ്റോ അവർ പറയുന്നത്. ഇത് ഡെമോയ്ക്ക് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മറ്റാരെങ്കിലും വൈഫോ ആരെങ്കിലും ഉപയോഗിച്ചതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന്റെ ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് എന്ത് തന്നെ ആയിരുന്നാലും നമുക്കൊരു 50-50 ചാൻസ് ഇതിലുണ്ട്. അപ്പോ ഈ എന്താണ് ഈ കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സജഷനും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് ഒന്ന് പറയാം. ഏതായാലും ഇപ്പം മാഡം പറഞ്ഞല്ലോ ഒരു മെഷീൻ റീപ്ലേസ് ചെയ്ത് തരാമെന്ന്. എനിക്ക് തോന്നുന്നത് ഇതിനെന്തോ ഒരു പ്രൊഡക്ഷൻ ലൈനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഞാനൊരു ടെക്നീഷ്യൻ ഒന്നും അല്ല. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയധികം 3 മാസത്തിനുള്ള 5 പ്രാവശ്യം കേടാവില്ലല്ലോ. ഏതായാലും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ LGയുടെ അവരുടെ ഇതിൻ്റെ ലീവ്, പിന്നെ കോടതിയിലെ ലീവ്, കോടതി പോകേണ്ടി വരുമ്പോൾ ആവശ്യം, ഇതെല്ലാം കൂടിയിട്ട് ഞാനും ഒരു മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ അവരുടെ ഈ പുതിയ മെഷീൻ എന്നുള്ളത് ഞാൻ സമ്മതിക്കാം. അതവർ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണ്ട് 17/5/2019 നിങ്ങൾ ആദ്യത്തെ മെഷീൻ വാങ്ങിക്കുന്നത്. അപ്പൊ ഇനി ഒരു പുതിയ മെഷീൻ തരുമ്പോൾ ആ സമയത്തോടു കൂടിയുള്ള വാറന്റി ആയിട്ടാണ് അവര് അത് തരുന്നത് എന്നാണ് ചെയ്തോളൂ എന്നോട് പറഞ്ഞിരുന്നു, പെർമിഷൻ തന്നിരുന്നു. അപ്പൊ കോമ്പൻസേഷന്റെ കാര്യത്തിലും നിങ്ങൾ അബ്സ്റ്റെയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഈ കാര്യം ഞാൻ ഒരു ജോയിന്റ് സെഷനിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഈ സ്വർണ്ണം പണയം വെച്ച് പറയണ്ട, ബാക്കിയുള്ളതൊക്കെ പറയാം. ശരി. അപ്പൊ ഇനി അടുത്ത ജോയിന്റ് സെഷൻ ആണ്. അപ്പൊ ഇരുകൂട്ടരോടും പ്രൈവറ്റ് സെഷനിൽ സംസാരിച്ചതിൽ നിന്ന്, നിങ്ങളോട് രണ്ടുപേരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്
കമ്പനി സൈഡിൽ നിന്നും ഒരു പുതിയ വാഷിംഗ് മെഷീൻ പ്രയർ ഗ്യാരണ്ടിയോടുകൂടെ ഏതാണ്ട് 17/5/2019 സമയം വെച്ചിട്ടുള്ള ഗ്യാരണ്ടിയോടുകൂടെ കമ്പനി സൈഡിൽ നിന്ന് നൽകാൻ തയ്യാറാണ്. പക്ഷെ കോമ്പൻസേഷൻ റീഇംബേഴ്സ്മെന്റ് എന്ന ഒരു 2 കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കുവാണ്. അതിന് പകരമാണ് ഒരു പുതിയ വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു വാഷിംഗ് മെഷീൻ തരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ വാഷിംഗ് മെഷീൻ സ്വീകരിക്കാനായിട്ട് കൺസ്യൂമറുടെ സൈഡിൽ മിസ്റ്റർ രമേഷ് കുമാറും വില്ലിംഗ് ആണ് എന്നുള്ളതാണ് ഈ ചർച്ച ചെയ്തതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളോട് ഇരുകൂട്ടരോട് സംസാരിച്ചതിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു എഗ്രിമെന്റില് ഞങ്ങളുടെ പ്രസക്തി തന്നെ ഒരു എഗ്രിമെന്റ് ആക്കിയിട്ട് അത് ചെയ്യുമല്ലേ നല്ലത്. ഇനി ഓക്കെ, അപ്പോ ഞാൻ എന്നാൽ എഗ്രിമെന്റിലേക്ക് കടക്കട്ടെ. ആയിക്കോട്ടെ. അപ്പൊ എഗ്രിമെന്റ് വായിക്കാം. This dispute between Sri Ramesh Kumar and LG company regarding the complaint of a washing machine is settled between the parties on 15/12/2019 in the presence of mediator Srimati Sharanyati Nair. And ഇനി അടുത്ത നമുക്ക് terms of settlement വായിക്കാം. The washing machine now in the house of Ramesh Kumar will be taken back by the company, and a new washing machine of the same series, same model will be given to Ramesh Kumar within 10 days from this date. 10 days എന്നുള്ളത് ഒരു 15 days ആക്കണം. ചിലപ്പോ ഇതിന്റെ മോഡലിന്റെ അവൈലബിലിറ്റി ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. പഴയ മെഷീന് പഴയ മെഷീന് കമ്പനി സൈഡ് എടുക്കുവാണ്, റീപ്ലേസ് ചെയ്ത് എടുക്കുന്നുണ്ട്. 15 days. The washing machine now in the house of Ramesh Kumar will be taken back by the company. A new machine of the same model, same series will be given to Ramesh Kumar within 15 days from this date, that is 15/12/2020. The machine carries warranty from previous purchase date of 17/5/2019. And if the LG company failed to give the new washing machine within the stipulated time, the company must give Sri Ramesh Kumar an amount of 1,10,000, that is double price of the same model washing machine. And the consumer, Mr. Ramesh Kumar, is not accepting the new washing machine from company side, then he has no option for further litigation. Here, Ramesh Kumar agrees to withdraw the case from the consumer court. This settlement is final and binding to both parties. And then party 1 signature, party 2 ന്റെ signature, then mediator signature. Okay. ഇതിന്റെ അകത്ത് this memorandum of agreement will be submitted before the consumer court. അതും കൂടെ ഒന്ന് ചേർക്കണ്ടേ ഇതിന്റെ അകത്ത്? ഓക്കെ, അത് ഞാൻ എന്തായാലും നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് this memorandum will be submitted before the Honorable Consumer Court. Okay. Okay. എഗ്രിമെന്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ഫർദർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. താങ്ക് യു. സാറ് കഴിഞ്ഞു. ഓവറോൾ നന്നായിരുന്നു. പക്ഷേ അതിക്ക് മുന്നേ ഞാൻ ഒബ്സർവറോട് ചോദിക്കാം. ഒബ്സർവർ ആണ് ഏറ്റവും നല്ല ആള് ഇതൊക്കെ പറയാനും. ധോണി കലക്കനാണ് സാറേ. പിന്നെ ഭയങ്കരമായിരിക്കും. കേക്കാം. ധോണി എല്ലാവർക്കും പേടിയാണ് കേട്ടോ. ആ പേടി അതവര് നടത്തണേ. വായ തുറന്നിട്ട് അവരെ ആ പ്രതീക്ഷ ഇല്ലാതാക്കരുത്. തുടങ്ങിക്കോ. മീഡിയേറ്റർ കറക്റ്റ് ആയിട്ട് തുടക്കം മുതലേ എല്ലാം പ്രിവിലേജും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാല് അവർക്ക് വ്യക്തമായ മീഡിയേഷനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ കൊടുത്തു. എന്നിട്ടാണ് കറക്റ്റ് ആയിട്ടാണ് മീഡിയേഷൻ പ്രൊസീജിയറിലേക്ക് അവരെ നയിച്ചത്. അത് പിന്നെ ഒന്നും പറയാനില്ലല്ലോ അല്ലേ? അത് കഴിഞ്ഞ് മറ്റേ അജണ്ട സെറ്റ് ചെയ്യുന്നതിലൊക്കെ അപ്പൊ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അജണ്ട സെറ്റ് ചെയ്യുന്നതിലൊക്കെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. പ്രശ്നം എന്തെങ്കിൽ മാത്രം പറഞ്ഞാ മതി. പ്രശ്നം അങ്ങനെ കാര്യമായിട്ട് ഇല്ല. അജണ്ടയില് അജണ്ട സെറ്റ് ചെയ്യുന്നതില്
ലിറ്റിഗേഷൻ രണ്ട് ഭാഗത്തും പ്രശ്നമാണ്. അപ്പോ അത് പ്രത്യേകമായി മറ്റേ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ മീഡിയേറ്റർ ഇത് ഫൈനൽ സെറ്റിൽമെന്റിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് രണ്ട് ഭാഗത്തും പ്രശ്നമായിരുന്നു അവോയ്ഡ് ലിറ്റിഗേഷൻ എന്നുള്ളത്. രണ്ട് ഭാഗത്തും ലിറ്റിഗേഷൻ ഒഴിവാക്കാന്നുള്ള ഒരു കോമൺ അജണ്ടയായിരുന്നു. അതിന് മീഡിയേറ്ററിനെ ചെയ്ത് മീഡിയേറ്റർ അത് സെറ്റാക്കി, അത് ഒരാളുടെ ഭാഗത്ത് സെറ്റാക്കി, അതായത് സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ ഭാഗത്ത് സെറ്റാക്കിയതിന് ശേഷം രമേശിനെ അറിയിക്കുകയാണ് ചെയ്തത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ മീഡിയേറ്റർ എന്താ പറഞ്ഞേ? മീഡിയേറ്ററിന്റെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നൊരു അർത്ഥത്തിൽ തോന്നുന്നേ. മീഡിയേറ്ററുടെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് പെട്ടെന്നൊരു നോട്ടത്തിൽ തോന്നുന്നത്. പക്ഷെ പിന്നെ രണ്ടാമത്തെ നോട്ടത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നിയും ചെയ്തു അല്ലേ? ഞാൻ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവണില്ലാന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഭീകരരാണ് ഭീകരരാണ് രണ്ടും കൂടി പേടിപ്പിച്ചു. അത് നമുക്ക് ശ്രുതിയോട് ചോദിക്കാം. ശ്രുതി. മിസ്റ്റേക്ക് എന്ന് പറയുമ്പോ മീഡിയേറ്റർ പെർഫോമൻസ് എല്ലാം നല്ലത് തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാരും പുകഴ്ത്താനാണ് താല്പര്യം. പുകഴ്ത്തൽ അവിടെ നിൽക്കട്ടെ. ശരണ്യ, നിങ്ങൾ ആരും ഒന്നും പറയില്ല. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആരും കൊമയ്ക്ക് പിടിക്കില്ല. നിങ്ങൾക്ക് ശരണ്യനെ എല്ലാവർക്കും പേടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല, വെറുതെ സാർ, അങ്ങനെ ഒന്നുമില്ല. ഞാനൊരു പാവത്താണ്. അത് മനസ്സിലായി. എല്ലാവരും ഇറക്കാണ് ശരണ്യെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ. ശ്രുതി, വീഡിയോ ഓൺ ചെയ്ത് വേറെ ഞാൻ കാണട്ടെ, നാളെ നേരിട്ട് കാണട്ടെ. ശ്രുതി, പേടിയൊന്നുമില്ലല്ലോ ശരണ്യന്? ഇനിയിപ്പോ ഈ പറയുമ്പോ ഡോണിക്ക് വല്ലതും തോന്നുന്നു തോന്നണ്ട, ധൈര്യപ്പെട്ട് പറഞ്ഞു. മീഡിയേറ്ററിന്റെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയതാന്ന് വെച്ചാല്, എനിക്ക് തോന്നിയതാണ് കൂടുതൽ ഇപ്പൊ നിങ്ങൾ എന്നുള്ള ഒരു രീതിയിൽ സ്ട്രെസ് ചെയ്ത് അങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. മറുഭാഗം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂട്രാലിറ്റി നഷ്ടപ്പെടുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. പിന്നെ റീസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അത് പറഞ്ഞിരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഇങ്ങനെ പറയാമായിരുന്നു, അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ടിങ് അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു ഇതും കൂടി എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് ശ്രുതി പറഞ്ഞത്? പിന്നെ അല്ല, ശരണ്യ പറഞ്ഞത് സ്റ്റാർട്ടിങ് ആ ഒരു രീതിയിലായിരുന്നില്ല സ്റ്റാർട്ടിങ്. അപ്പൊ എനിക്ക് അങ്ങനെ ഏത് രീതിയിലാ പറഞ്ഞിരുന്നേന്ന് ശ്രദ്ധിച്ചോ? ഏത് രീതിയാ പറയാന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ പറഞ്ഞതില് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആ ഒരു രീതിയിൽ. കുഴപ്പമില്ലല്ലോ അത്. പോട്ടെ, ഞാൻ ശ്രുതിയെ സമ്മതിക്കുന്നു. പറഞ്ഞോ. പിന്നെ കൺസേൺസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഇന്നതല്ല, കൺസേൺസ് ഓരോന്നും അവരോട് ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ള രീതിയിൽ കൂടി ചോദിച്ച് കൺഫേം ആക്കാമായിരുന്നു എന്നുള്ള രീതിയിലും എനിക്ക് തോന്നിയ കാര്യമാണ്. അത്രയും എനിക്ക് തോന്നി. റെഡി ടു റെക്കൺ ആയിട്ട് വന്നു അല്ലെ മീഡിയേറ്റർ? കയ്യിലൊക്കെ റെഡി ആക്കിയിട്ട് ആ ഒരു രീതി എനിക്ക് തോന്നി. പിന്നെ അത്രയും മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഓ, അപ്പൊ പിന്നെ വലിയ ഹാമില്ല, ധൈര്യപ്പെട്ട് പുറത്തിറങ്ങാം. ശ്രുതി, ഒരു കാര്യം ചെയ്യോ? ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ, പ്രോസസ് ആസ്പെക്ട്. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that, improved understanding, develop mutually acceptable proposal to resolve those concerns. രമേശിനെ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? നോട്ട് ചെയ്തിട്ടുണ്ടോ? ഏതാ ഭാഗം? അല്ല, രമേശ് അല്ല, ശ്രുതിയോട് നോട്ട് ചെയ്തിട്ടുണ്ടോ ശ്രുതി? റീസ്റ്റേറ്റ് ചെയ്യാൻ
രമേശിന്റെ സ്റ്റേറ്റ്മെന്റ് നോട്ട് ചെയ്തെങ്കിലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ചെയ്തിട്ടുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ട് സാർ. അപ്പൊ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ വെച്ചാല് വിത്ത് റിഫ്ലക്ഷൻ. മനസ്സിലായില്ല. റിഫ്ലക്ഷൻ എന്താ വെച്ചാല് ഒരാളുടെ ഹാർഡ്ഷിപ്പോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള പെയിനോ സഫറിങ്സ് ഒക്കെ ഇല്ലേ, അത് വേണ്ട ലാംഗ്വേജ് ഉപയോഗിച്ച് പറയാം. മീഡിയേറ്റർ എന്നുള്ള നിലയിലാണ് പറയേണ്ടത് അല്ലെങ്കിൽ മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നിങ്ങൾ പറയുന്നത് 3 മാസത്തിൽ 5 തവണ ഈ പറഞ്ഞ വാഷിംഗ് മെഷീൻ റിപ്പയർ വന്നിട്ടുണ്ടെന്നും 20 ക്യാഷ്വൽ ലീവ് ഇത് മുഖേന എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അതുവഴിയായി മെന്റലി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എന്നാണ് പറയുന്നത് അല്ലേ? ഒരുപാട് എക്സ്പെൻസസ് ഇതുവഴിയേ വന്നിട്ടുണ്ടെന്നും ആഗ്രഹിച്ച ഔട്ട്പുട്ട് കസ്റ്റമറായ രമേശിന് ലഭിച്ചിട്ടില്ല എന്നുമാണ് എനിക്ക് ഇതിന് മനസ്സിലായിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരുപാട് ഇൻകൺവീനിയൻസ് ഇതുവഴിയായിട്ട് അനുഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല 20/8/19 എറർ വന്നിരിക്കുന്ന ലാസ്റ്റ് ആയിട്ട് എറർ വന്നപ്പോഴും 21/8 റിപ്പയർ ചെയ്തെങ്കിലും പിന്നീട് അത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. സോ മോശമായിട്ടുള്ള ഈ ഒരു വാഷിംഗ് മെഷീൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലായ എന്താന്ന് വെച്ചാൽ മോശമായിട്ടുള്ള ഈ ഒരു വാഷിംഗ് മെഷീൻ കമ്പനി തിരിച്ചെടുക്കണമെന്നും നഷ്ടപരിഹാര തുക 10,000 രൂപ എനിക്ക് തരണമെന്നുമാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടോ? ഇതിൽ ധൈര്യപ്പെട്ട് പറയാം, ശ്രുതിയാണ്. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഭാര്യയുടെ മാലയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഭാര്യ മാല പണയം വെച്ച കാര്യം അതൊരു മെയിൻ സ്ട്രെസ് പോയിന്റ് ആണ്. ധോണി അത് പറയുന്നു ഇവിടെ പറഞ്ഞതിൽ എന്താ പ്രശ്നം എന്നാ ഞാൻ ചോദിച്ചത്. പറഞ്ഞതിൽ എന്താന്ന് വെച്ചാൽ വിട്ടുപോയിന്ന് ചോദിച്ചില്ല. ഇപ്പൊ ഈ പറഞ്ഞതില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? റീസ്റ്റേറ്റ്മെന്റിന്റെ നിയമങ്ങൾ മുഴുവൻ പാലിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചത്. റീസ്റ്റേറ്റ്മെന്റിന്റെ നിയമങ്ങൾ കംപ്ലീറ്റ് ആയി പാലിച്ചിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഇത് എല്ലാവരും ഭീകരരാണ്. ഡോണി ഭയങ്കര പേടിച്ചോണ്ടാണ്. ഒരു കാര്യം മമിത നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ ആ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഏതായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ടോൺ ആണോ? ടോൺ ഓഫ് സ്പീക്കിംഗ് അല്ല, അതല്ല. ചില ലാംഗ്വേജുകൾ നമ്മള് ന്യൂട്രൽ ലാംഗ്വേജോ മറ്റോ ഒക്കെ ഉപയോഗിക്കേണ്ടടത്ത് ഒന്ന് പോയിട്ടുണ്ട്. അതെ, ആ ഒരു ടോണിന് കുറച്ചൊരു ചേഞ്ച്. അതില് പർട്ടിക്കുലർ വേർഡ്സ് ആണ് തെറ്റായി പറഞ്ഞത്. തെറ്റായെന്ന് വെച്ചാൽ അത് വലിയ കുഴപ്പമില്ല, എങ്കിലും അത് ഒന്നുകൂടി ഭേദപ്പെട്ട് പറയാമായിരുന്നു. ഏതായിരുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചാൽ അറിയാം. എന്താ പറഞ്ഞത് ലാസ്റ്റ്? ശ്രുതി ലാസ്റ്റ് എന്താ പറഞ്ഞത്? രമേശിന്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? കോമ്പൻസേഷനും മറ്റേ പേയ്മെന്റ് അല്ലേ സർ? മെഷീന്റെ പേയ്മെന്റ് പറഞ്ഞായിരുന്നു. മോശം എന്നുള്ളൊരു വാക്ക്. അപ്പൊ ശ്രുതിക്ക് തന്നെ സംഗതി മനസ്സിലായി. പിന്നെ ആർക്കും പറയാൻ അവസരം കൊടുത്തില്ല. അവനാൻ തന്നെ തെറ്റ് ചെയ്ത് അവനാൻ തന്നെ തിരുത്തി. എല്ലാവരും രക്ഷിച്ചു. ഈ മോശം എന്നുള്ളതിന് പകരം അപ്പൊ മെഷീൻ തിരിച്ചെടുക്കണമല്ലേ എന്ന് പറഞ്ഞാ പോരെ? മനസ്സിലായോ? LG കമ്പനി നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. ഓക്കെ, മമിത functional aspect definition എന്ന് പറഞ്ഞു. Mediation is a structured formal negotiation process following a set of key principles facilitated by a neutral third party mediator to assist the parties in dispute in reaching a voluntary resolution of a dispute. പോളിനൊന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ സ്റ്റേറ്റ്മെന്റ്? സർ, ഞാൻ മനസ്സിലാക്കിയത് പോൾ സർ പറഞ്ഞതിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ സാറിന്റെ ഒരു കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതില് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിന് വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അതില് എല്ലാ പ്രോഡക്റ്റും കൊടുക്കുമ്പോൾ ഒരു യൂസർ മാനുവൽ പ്ലസ് ഒരു വാറന്റി കാർഡും കൂടെ
കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് ഇൻസ്റ്റലേഷന്റെ സമയത്ത് ഒരു ഡെമോ കാണിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഡെമോ, ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കുന്ന സമയത്ത് കംപ്ലൈനന്റ് ആയ മിസ്റ്റർ രമേഷ് കുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സർവീസ് റെക്കോർഡ്സ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് മിക്ക ഡിഫക്ട്സും വന്നിട്ടുള്ളത് മിസ് ഹാൻഡ്ലിംഗ് ഓഫ് മെഷീൻ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ മിസ് ഹാൻഡ്ലിംഗ് ഒന്നിക്കൽ ഓവർലോഡിംഗ് കാരണമായിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ കാരണമായിരിക്കാം. പിന്നെ വാറണ്ടിയിലെ 8th ക്ലോസ്, ദാറ്റ് ഇസ് വാറണ്ടി കാർഡ് കൊടുക്കുന്നതിൽ 8th ക്ലോസ് പറഞ്ഞ അനുസരിച്ചിട്ട് കമ്പനി ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് റീപ്ലേസ്മെന്റും റിപ്പയറും ചെയ്യുന്നത് പാർട്സ് ഓഫ് ദി പാർട്സ് മാത്രമായിട്ടേ ഉള്ളൂ. പിന്നെ ഇതിന് ഈ മെഷീന് ഒരു 10 year വാറണ്ടി കൊടുത്തിട്ടുണ്ട്. അത് മോട്ടറിന് മാത്രമായിട്ടാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത്. ഇതിൽ ഒന്നും കൂടി ക്ലിയർ ചെയ്യേണ്ട ഏരിയ എല്ലാം ഉണ്ടോ? ഒന്നും കൂടി പോളിനെ വിഷമിപ്പിക്കാതെ പറയേണ്ട ഏരിയ എല്ലാം ഉണ്ടായിരുന്നോ? അല്ല, പോളിനെ അല്ല, രമേശിനെ. പോൾ പറയുമ്പോ രമേശ് വിഷമം ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മൾ റിഫ്ലക്ഷനിൽ ചെയ്യുന്നത്. അതേത് ഭാഗമായിരുന്നു? പോള് തെറ്റ് ചെയ്തു എന്ന് രമേശ് തെറ്റ് ചെയ്തെന്ന് പോള് പറഞ്ഞാലും മീഡിയേറ്റർ സമ്മതിക്കാൻ പാടില്ല. അപ്പൊ അതിനൊന്ന് അല്ല, പക്ഷെ അത് രമേശ് ചേട്ടന് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ സർ പറയുന്നത്? എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പാടില്ല. പറഞ്ഞത് പോള് പറയാം, പക്ഷെ മീഡിയേറ്റർ പറയുമ്പോ അത് വേറെ രീതിയിൽ പറയണം. മനസ്സിലായത് എന്നുള്ള രീതിയിലല്ലേ സർ പറയുന്നത്? അങ്ങനെ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല മീഡിയേറ്റർ. ഉറപ്പില്ലല്ലോ നമുക്ക്. അപ്പൊ മീഡിയേറ്റർ അത് സംഗതി അതാണ് എന്ന് സമ്മതിക്കും വേണം. എന്നാൽ മീഡിയേറ്റർ സമ്മതിച്ച അതല്ല എന്നുള്ള രീതിയിൽ വരും വേണം. 2-3-4 വേർഡ്സ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം പറ. ഇല്ലെങ്കിൽ ഞാൻ ഡോണിനെ വിളിക്കില്ല. ഡോണി ശ്രദ്ധിച്ചിരുന്നിട്ട് കാര്യമില്ല. മമിതയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാം. മമിതയാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ജുവൈറയ്ക്ക് എന്തിനെ? ജുവേറിയ. മമിത പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതിൽ ചില എഗ്രിമെന്റ്സ് വരുന്ന സെന്റൻസുകൾ ഉണ്ട്. അതൊന്ന് ന്യൂട്രൽ ആക്കണം. ഏതാ ശ്രദ്ധിച്ചിരുന്നോ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നെറ്റിൽ കയറാൻ തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടി. കയറി കഴിഞ്ഞിട്ടും വെറുതെ കയ്യും കെട്ടിയിരുന്നു. ആണോ? കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഫങ്ഷൻ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞാൽ മതി. കുഴപ്പമില്ല കേട്ടോ. Mediation is a structured, formal negotiation process following a set of key principles facilitated by a neutral third party to assist the parties in the dispute in reaching a voluntary resolution of a dispute. ആ പ്രോസസ്സും കൂടി ഒന്ന് വായിച്ചോ. The process of resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding develop mutually acceptable proposals to resolve those concerns. Okay, good. നീ മമിതേരെ തന്നെ. സർ മിസ്ഹാൻഡ്ലിംഗ് ഭാഗമാണോ ഈ ഓവർലോഡിങ്ങും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ? അതെങ്ങനെ കറക്റ്റ് ചെയ്ത് പറയാം? അത് കമ്പനി മനസ്സിലാക്കുന്നത് ഓവർലോഡിങ് കാരണമായിരിക്കാം ഈ മിസ്ഹാൻഡ്ലിംഗ് എന്നുള്ള രീതിയിലല്ലേ സർ? ഇനിയിപ്പോ അതും ശരണ്യ തന്നെ പറയണമെന്ന് നിങ്ങൾ എല്ലാവരും നിർബന്ധിക്കരുത്. ശരണ്യ തന്നെ പറയണമെന്ന് വെച്ചാൽ എങ്ങനെയാ നടക്കാം? ഒരാള് കാര്യങ്ങൾ ചൊവ്വിന് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ശരണ്യ ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ വാള എനിക്ക് പ്രതീക്ഷ. അപ്പൊ കമ്പനി സൈഡിൽ നിന്ന് മിസ്റ്റർ പോള് റോ ആയിട്ട് പറഞ്ഞത്, അതായത് ഇതിന്റെ ഡെമോ കാണിക്കുന്ന സമയത്ത്
മിസ്റ്റർ രമേഷ് കുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ വൈഫിന് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. വാറണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന യൂസർ മാനുവൽ പോലും ഇവർ വൃത്തിയായിട്ട് വായിച്ചു നോക്കിയിട്ടില്ല. പിന്നെ കുട്ടികൾ കോവിനെറിഞ്ഞിട്ടാണ് ബ്ലോക്ക് ആയത് എന്നുള്ള രീതിയിലൊക്കെ റോ ലാംഗ്വേജിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ ഞാനൊരു ഫൈൻഡ്നെസ് കൊടുത്ത് എന്നാ പറയുകയും കൂടെ വേണം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കൺസ്യൂമറുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്ഹാൻഡ്ലിംഗ് ആണ് ഈ 5 തവണയോളം ഈ റിപ്പയറും അതിന്റെ ഭാഗമായിട്ട് സർവീസും വരാൻ കാരണമായത് എന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ഇങ്ങനെയാണ് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഓവർലോഡിന്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. അതായത് എന്റെ മുമ്പിൽ ഇവരുടെ സർവീസ് ടെക്നീഷ്യൻ പോയി 5 തവണയും സർവീസ് ചെയ്തിട്ട് വന്നതിന്റെ ഒരു സർവീസ് റെക്കോർഡ് ഈ റീജിയണൽ മാനേജർ പ്രസന്റ് ചെയ്തിരുന്നു എന്റെ മുമ്പിൽ. അപ്പൊ ആ ഒരു സർവീസ് ഇതില് ഇവര് 6 kg വരെ എങ്ങാണ്ടുള്ള വെയിറ്റ് മാത്രമേ ഈ മെഷീൻ താങ്ങത്തുള്ളൂ. അത് ഓൾറെഡി ഇവർ ഒരു പ്രാവശ്യം സർവീസിന് ചെന്നപ്പോ റിപ്പയർ ചെയ്ത് തുണിയെല്ലാം വെളിയിലെടുക്കാൻ ചെന്നപ്പോ 9 കിലോയോളം വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവര് മെഷർ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞത്. അതൊരു സ്പെസിഫൈ ചെയ്ത് അവരുടെ ഇതിൽ പറഞ്ഞിരുന്നു. അതാണ് ഓവർലോഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിനെല്ലാം കൂടെ ഞാനൊരു മിസ്ഹാൻഡ്ലിംഗ് എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ് കൊണ്ടുവന്നത്. ഓരോ കംപ്ലൈന്റ് ആയിട്ട് കസ്റ്റമറെ പറഞ്ഞു വിഷമിപ്പിക്കുന്നതിന് പകരം എന്നാ പറയുകയും ചെയ്തെന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് സാറ്. റീസ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അജണ്ട അല്ല കേട്ടോ. റീസ്റ്റേറ്റ്മെന്റ്, പുള്ളി പറഞ്ഞ റീസ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞ ആ ഭാഗം റീസ്റ്റേറ്റ് ചെയ്ത് പറയാനാ പറഞ്ഞേ. ഇപ്പോ ശ്രുതി ഉദ്ദേശിച്ചത് അല്ല, ശരണ്യ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? മിസ്റ്റർ പോള് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടേത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മേൽപ്പറഞ്ഞ ഇനം വാഷിംഗ് മെഷീന്റെ മോഡൽ ഏറ്റവും കൂടുതൽ ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയല്ലേ? ഏതാണ്ട് 5 സ്റ്റെപ്പ് ക്വാളിറ്റി അഷുറൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ പ്രോഡക്റ്റിന്റെയും ഒപ്പം കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ് മാനുവലും വാറണ്ടിയും ടേംസ് ആൻഡ് കണ്ടീഷൻസും തമ്മിലുള്ള ഒരു ലീഫ്ലെറ്റ് നിങ്ങളുടെ ഇതിൽ ഓരോ പ്രോഡക്റ്റിന്റെ ഒപ്പം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഏതാണ്ട് 5 വർഷത്തോളം ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസും 10 വർഷത്തോളം മോട്ടോർ വാറണ്ടിയും ഉൾപ്പെടെ കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ കൺസ്യൂമറുടെ ഒരു മിസ്ഹാൻഡ്ലിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ യൂസ് ആണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ കാരണം എന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ശരിയല്ലേ? അതായത് മിസ്റ്റർ രമേഷ് കുമാറിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ അത് തന്നെയാണ് വേണ്ടത്. ഇംപ്രോപ്പർ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതാണ് എന്നുള്ളതാണ്. അല്ലാതെ മറ്റേ പറയണ്ട എന്നല്ലേ അല്ലെങ്കിൽ ബാഡ് മാനേജ്മെന്റ് ആണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞെന്നുള്ള ആ രീതിയിൽ പറഞ്ഞാൽ. മറ്റേതാകുമ്പോ ഓരോന്ന് എടുത്ത് അഡ്മിഷൻ വരാണ്. ഓക്കെ പോൾ. പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. Mediation is a process for resolving controversies in which a neutral intervener assists 2 or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. ഇതില് ഇവരുടെ നെഗോഷിയേഷൻ സ്ട്രാറ്റജി ഒന്ന് പറയാൻ പറ്റുമോ രമേശ്? ഹലോ, എന്നോടാണോ? പറയണം. ഞാൻ പറഞ്ഞാൽ മതിയോ സാറേ? പോളാണ് പറയേണ്ടത്. ആദ്യം 2 കൂട്ടരും മൈവേ എന്നുള്ള ഒരു രീതിയിൽ ആയിരുന്നു. പിന്നെ അത് പയ്യെ അക്കോമഡേറ്റീവ് ഈ രീതിയിലോട്ട് വന്നു. അക്കോമഡേറ്റീവ് രീതിയിലോട്ട് വന്നു ലൂസ് പിൻ എന്നുള്ള രീതിയിൽ 2 പാർട്ടിയിലും കുറച്ച് സഫറേജ് വരുന്നുണ്ടല്ലോ. അറിഞ്ഞിട്ടാണോ പറയുന്നത്? അക്കോമഡേഷൻ 2 പാർട്ടിക്കും ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൂസ് പിന്നെ കോപ്പറേറ്റീവ് ഓർ കൊളാബറേറ്റീവ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കൊന്ന് പരിഗണിക്കാം. കാരണം അക്കോമഡേറ്റ് വെച്ചാൽ ലൂസ് വിൻ അല്ലേ, എനിക്ക് നഷ്ടപ്പെടുത്തി. മനസ്സിലായ? 2 ആൾ അങ്ങനെ കഴിഞ്ഞ പിന്നെ അയൽവക്കാരൻ കൊണ്ടുപോകും വാഷിംഗ് മെഷീൻ. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താണ്, കോഓപ്പറേറ്റീവ് ആണോ കൊളാബറേറ്റീവ് ആണോ, എന്താണ് സെക്കൻഡ് സ്റ്റേജ്? കോഓപ്പറേറ്റീവ് ഓർ കൊളാബറേറ്റീവ്
അത് ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. കോപ്പറേറ്റീവ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എങ്ങനെയായിരുന്നു ആ കോർപ്പറേഷൻ? ആ സ്റ്റേജ് എങ്ങനെയായിരുന്നു? അവരെന്ത് പറഞ്ഞു? കമ്പനിയുടെ ഭാഗത്ത് ഇപ്പൊ റീപ്ലേസ് ചെയ്യാമെന്നുള്ള ഒരു രീതിയിലോട്ട് വരികയും കസ്റ്റമറെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ ഇത് കമ്പനി പറഞ്ഞു ഇത് ഡാമേജസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അത് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോപ്പറേറ്റീവ് മാനറിലല്ലേ തീർന്നത്. അവിടെ കോർപ്പറേഷൻ ഇല്ല, അവിടെ ഒരാളെ അക്കോമഡേറ്റീവ് ആയി. ആരായിരുന്നു അക്കോമഡേറ്റീവ്? അക്കോമഡേറ്റീവ് ആയത് കസ്റ്റമർ. അതാണ് മനസ്സിലായ. കസ്റ്റമർക്ക് നഷ്ടം ഉണ്ടായത് നിങ്ങൾ കൊടുക്കാതെ നിങ്ങളാണ് പിന്നെയും ആ കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ നിന്നു. കൊളാബറേഷൻ ഇല്ല അവിടെ. പിന്നെ രമേശ് പാവല്ലേ പോള് എന്ന് വിചാരിച്ച് അങ്ങോട്ട് സമ്മതിച്ചപ്പോ കൊളാബറേഷൻ ആണ് പോളിന് തോന്നിയതാണ്. അവിടെ കൊളാബറേഷൻ ആയിരുന്നു. കാരണം 10,000 രൂപ നഷ്ടമായില്ലേ? പെണ്ണിന്റെ മാലയും താലിയും ഒക്കെ ബാങ്കിലിരിക്കുന്നത്. ലൂസറല്ലേ അവര്? ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേനും ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ LG സെക്രട്ടറി വരുന്നതാണ് വിളിക്കുന്നത് തന്നെ. ഒരു ഇല്ലാ പേരും കിട്ടി. ചില്ലറ മാനഷ്ടം ഉണ്ടായത്. അത് മുഴുവൻ വെച്ചുകൊണ്ട് നിങ്ങള് പഴയ വാറന്റി ഉള്ള ഏതൊരു മിഷൻ ആ പീരീഡായാലും വേണ്ടില്ല, അത് മതി എന്നുള്ള പറയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പഴയ എനിക്ക് തരുന്ന ഡേറ്റ് പോലെ വാറന്റി വരുന്നിട്ട് കോമ്പറ്റീവ് ആയിട്ട് നിന്നൂടെ വേണമെങ്കിൽ. അത് പറ്റില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് വാറന്റി ഡേറ്റ് അന്ന് പോലെ തന്നെ വേണമെന്ന് പറയാം. അത് കസ്റ്റമറിന് തന്നെ അറിയാം ഇത് മിസ്പ്രോപ്പർ യൂസാന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലുണ്ട്. പക്ഷെ ഇങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ മാത്രം. അതുകൊണ്ടാണ് ഇത് ഒരു പുതിയ മെഷീൻ കിട്ടിയാൽ മതി എന്ന് പുള്ളി വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. 50,000 രൂപ പുതിയ മെഷീൻ കമ്പനി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് അതൊരു വിട്ടുവീഴ്ചയല്ല. ഒരു ന്യൂ മോഡൽ കസ്റ്റമറുടെ ഉള്ളിൽ അറിയാം അയാളുടെ കയ്യിൽ കൊണ്ടാണ് ഈ പരിവായത്. അതുകൊണ്ടാണല്ലോ അയാളുടെ അക്കോമഡേറ്റീവ് ആയത്. മാലിയും താലിയും പേരും പോലും വേണ്ടില്ല, ഒരു വിഷയം വന്നാലും വെച്ചത്. ഓക്കെ, ദെൻ മമിത കംപ്ലീറ്റ് ആക്കിയോ? മമിത ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാണോ? കംപ്ലീറ്റ് ആയതാണോ? ഡെഫിനിഷൻസ് പറഞ്ഞോ? ഡെഫിനിഷൻ ഫംഗ്ഷൻ ആസ്പെക്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സർ. പ്രോസസ്സും കൂടി പറഞ്ഞോ? Process aspect definition: mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. Okay. Ramesh. രണ്ട് ഡെഫിനേഷനും അല്ലേ? ഇല്ല. ഡെഫിനിഷൻ പറഞ്ഞോ? ഡെഫിനിഷൻ പറയാറ്റോ, എന്നിട്ട് വേണം ചോദ്യം. അല്ല, രണ്ടും പറയണ്ടേ? പറഞ്ഞു. ഓക്കെ. പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ ആദ്യം പറയുന്നു. മീഡിയേഷൻ ഈസ് എ പ്രോസസ് ഫോർ റിസോൾവിംഗ് കോൺട്രവേഴ്സീസ് ഇൻ വിച്ച് എ ന്യൂട്രൽ intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. പിന്നെ അടുത്തത് മീഡിയേഷൻ ഫങ്ഷണൽ ആസ്പെക്ട് ഡെഫിനിഷൻ. മീഡിയേഷൻ ഈസ് എ സ്ട്രക്ചേർഡ് formal negotiation process following a set of key principles facilitated by a neutral third party, that is mediator, to assist the parties in the dispute in reaching a voluntary resolution of a dispute. Okay, mediator settlement agreement വളരെ ഭംഗിയായി എഴുതിയോ? സെറ്റിൽമെന്റ് ഇതിനകത്ത് എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. ഇല്ല, നമുക്കൊരു പുതിയ വിഷയം കിട്ടിയല്ലോ, പിന്നെ എന്ത് സെറ്റിൽമെന്റ് ആയാലും എന്താണല്ലേ? അല്ല, എങ്ങനെയും ഇത് സേവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഡിഫോൾട്ട് ക്ലോസ് എന്താ അതില്? അല്ല, മീഡിയേറ്റർ എന്ത് ഡിഫോൾട്ട് ക്ലോസ് ഇട്ടിട്ടുള്ളത്? രണ്ട് ഡിഫോൾട്ട് ക്ലോസ് ഇട്ടിട്ടുണ്ട്. LG പുതിയ വാഷിംഗ് മെഷീൻ 15 ദിവസം തന്നില്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി വില, അതായത് 1,10,000 കസ്റ്റമർ കൊടുക്കണം.
ഇനി കസ്റ്റമർക്ക് ഉള്ള ഒരു ഡിഫോൾട്ട് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ പുതിയ മെഷീൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഇതിനകത്തുള്ള എല്ലാ ഇത് എന്താണ് ലീഗൽ എല്ലാവിധ ക്ലെയിമുകളും ഇതിനകത്ത് പോവുകയാണ്. ഇതിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഇത് ഡിസ്കസ് ചെയ്തോ? ഇല്ല, ഇത് രണ്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ മീഡിയേറ്റർക്ക് ആരെയും അധികാരം കൊടുത്ത് ഡിഫോൾട്ട് ക്ലോസ് വെക്കാൻ? പാർട്ടീസ് അറിയാതെ എങ്ങനെ ഡിഫോൾട്ട് ക്ലോസ് വന്നു? മീഡിയേറ്റർക്ക് LG കമ്പനി കൈക്കൂലി കൊടുത്തോ? പറയാൻ പറ്റില്ലല്ലേ. സാറേ ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ള മീഡിയേറ്റർ അത് എഴുതുന്നേ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണല്ലോ എഴുതുന്നേ. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പൊ പറയൂലോ ഇന്നതാണ്. അപ്പൊ ഞങ്ങള് 10 ദിവസം എന്നുള്ളത് കമ്പനി പറഞ്ഞു 15 ദിവസം വേണമെന്ന് അപ്പൊ തന്നെ പറഞ്ഞല്ലോ. അത് വായിക്കുമ്പോൾ ഒരു 5 ദിവസം കൂടെ കൂട്ടി തരണം, ഈ ഒരു വേരിയന്റ് വരാനായിട്ട് വരും എന്ന് പറഞ്ഞത് കൊണ്ട് അവരൊരു 5 ദിവസം കയറ്റി വെച്ചു. അതെ, അതുപോലെ കമ്പനിക്കും അത് അക്സെപ്റ്റബിൾ ആണ് ഇങ്ങനെ എത്തി കൊടുക്കാൻ. കാരണം കമ്പനിക്ക് റെഡിയാണ് മെഷീൻ കൊടുക്കാൻ. അതുകൊണ്ട് അങ്ങനെ എന്ത് ക്ലോസ് വെച്ചാലും കമ്പനീനെ സംബന്ധിച്ച് പ്രശ്നമില്ലാന്ന് കമ്പനിക്ക് അറിയാം, മീഡിയേറ്റർക്കും അറിയാം. മീഡിയേറ്റർക്ക് അറിയേണ്ട കാര്യമില്ല, കമ്പനിക്ക് അറിയാം. പക്ഷെ മീഡിയേറ്റർ ആണ് ആദ്യം അറിഞ്ഞ, കമ്പനി പിന്നീട് മീഡിയേറ്റർ പറഞ്ഞപ്പോൾ അറിഞ്ഞോളൂ അല്ലേ? ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് പുതിയ മെഷീൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പുള്ളി ആ സീക്രട്ട് സെഷനിൽ പറഞ്ഞല്ലോ. ഓൾറെഡി അപ്പൊ ഇങ്ങനെ കൊടുക്കുമെന്നുള്ളത് ഉറപ്പ് വന്നു, കൊടുക്കുമെന്നുള്ളതും പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ ഇവര് കേക്കല്ല നമ്മൾ ഈ സാധനം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ ഡേയ്സിന്റെ ഡിലേ വന്നപ്പോ പറഞ്ഞത്. അപ്പൊ പിന്നെ അത് റെക്ടിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി വായിച്ചു കേട്ടു. അത് മീഡിയേറ്റർ പറഞ്ഞത് അവർ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് സാമാന്യ മര്യാദക്ക് പറയാ. മീഡിയേറ്റർക്ക് അത് പറയാൻ പറ്റുമോ? മീഡിയേറ്റർ പറഞ്ഞത് രണ്ടു കൂട്ടരെ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യല്ലേ ചെയ്തത് അത്? അതെ അതെ അതെ, അതാണ് സംഭവിച്ചത്. പിന്നെ എന്തിനാ ഇങ്ങനെ ഉരുളണത്? യഥാർത്ഥത്തിൽ മീഡിയേറ്റർ അങ്ങോട്ട് പ്രഖ്യാപിച്ചു, അത് രണ്ടു കൂട്ടർ ഓക്കെ എന്ന് പറഞ്ഞു. രണ്ടു കൂട്ടരെ സംബന്ധിച്ച് ഷോർട്ടതിയാണ്. ഒരാൾ പറഞ്ഞ സാധനം അങ്ങനെ മീഡിയേറ്ററുടെ മിടുക്കല്ലേ സാറേ, ഞാൻ എന്ത് പറയാനാ. ആ മിടുക്ക് ചില നേരത്തെ ഇതാരും ഒപ്പിട്ടത് കമ്പനി LG കമ്പനിക്ക് വേണ്ടി ആരും ഒപ്പിട്ടത് പ്രശ്നം. ഞാൻ മീഡിയേറ്റർ മിടുക്കപ്പോ ഞാൻ പറഞ്ഞുതരാം. ആരും ഒപ്പിട്ടത് എഗ്രിമെന്റ് മീഡിയേറ്റർക്ക് വേണ്ടി ഒപ്പിട്ടിട്ടുണ്ട്. മറ്റേ LG കമ്പനിയുടെ എങ്ങാനാണോ? LG കമ്പനിക്ക് വേണ്ടിയിട്ട്. LG കമ്പനിക്ക് വേണ്ടി ആരെങ്കിലും ഒപ്പിടാൻ പറ്റില്ല? ക്ലർക്കാ പ്യൂണൊന്നും ഒപ്പിടാൻ പറ്റില്ല. അയാൾ റീജിയണൽ മാനേജർ ആണ്. 20 വർഷമായിട്ട് LG കമ്പനിയിൽ ജോലി ചെയ്ത് വരുന്നു. 12 വർഷമായിട്ട് റീജിയണൽ മാനേജർ പദവിയിലാണ്. അപ്പൊ അയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് ഉള്ള ഒരിതുള്ള ആളാണ്. സോ കമ്പനിയുടെ അയാൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാല് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി വിട്ടേക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും അതൊന്ന് തീർത്ത് വന്നേക്കണം എന്നാണ് കമ്പനി എന്നോട് പറഞ്ഞു വിട്ടേക്കുന്നത്. ഫൈനാൻഷ്യൽ ലയബിലിറ്റി എടുക്കാനുള്ള അധികാരമുണ്ട് അല്ലേ? ഇത് ഫിനാൻഷ്യൽ ആസ്പെക്ട് അല്ല, ഞങ്ങൾ ഇത് റീഫർബിഷ് ചെയ്ത് ഈ സാധനം വീണ്ടും വിൽക്കും സാറേ. കമ്പനീനെ സംബന്ധിച്ച് അപ്പൊ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചപ്പോ ഒരു പുതിയ മെഷീൻ കൊടുത്താൽ ഇത് ഞങ്ങൾ പുതിയതായിട്ട് നെക്സ്റ്റ് ദിവസം അത് ഷോറൂമിൽ വരും. നിർഭാഗ്യവാന് കൊടുക്കും. അടുത്തൊരുത്തന്റെ മാരിയും താലിയും പണയപ്പാടാവും. അവന് വേറെ പേരും കിട്ടും. അവൻ വേറെ വല്ല കമ്പനിയാണെങ്കിൽ അവനൊരു പേര്. ഇതെന്തുകൊണ്ടാ വെച്ചാല് ഈ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ആളുടെ ആ കമ്പനി ആയിട്ടുള്ള അയാൾക്ക് അങ്ങനെ കമ്മിറ്റ്മെന്റ് നടത്താനുള്ള അധികാരം നോക്കാം. അല്ലെങ്കിൽ ഇത് കൊടുക്കുമ്പോ കമ്പനി എക്സിക്യൂഷൻ നടത്തില്ല, നിൽക്കില്ല. മനസ്സിലായി? അപ്പൊ നിങ്ങൾ സൈൻ ചെയ്യുമ്പോ അതോറിറ്റി ഉണ്ടോ എന്ന് ചോദിക്കണം. മനസ്സിലായി? അതാണ് ഇമ്പോർട്ടന്റ്. കമ്പനികളൊക്കെ വരുമ്പോ അത് ചോദിക്കണം. അത് മാത്രല്ല, വെറുതെ പോകാൻ പറ്റില്ല. കമ്പനി ആണെങ്കിൽ കൊടുത്തയച്ച് അവരുടെ ഓഫീസിലും ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ ആ സീലും അങ്ങനെ തന്നെ വെക്കണം. അതല്ലെങ്കിൽ ഓതറൈസേഷൻ ഇപ്പൊ അവര് ചില മെമ്മോറാണ്ടത്തിൽ ഉണ്ടായിരിക്കാം, അത് മതിയാവും. കമ്പനിയുടെ നിയമാവലിയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. പക്ഷെ സീലും മറ്റൊക്കെ അവർ കമ്പനി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് അവർ വെച്ചു കൊടുക്കുള്ളൂ, വേറെ ആൾക്ക് വെക്കില്ല. മനസ്സിലായി? അപ്പൊ മീഡിയേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ഒപ്പിടുന്ന ആള് ആരെങ്കിലും വന്ന് LGയുടെ സ്വീപ്പർ വന്ന് ഞാൻ LGയിൽ വർക്കാണ് ഒപ്പിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇല്ല, നടക്കത്തില്ല. അതിന് അത്ര അധികാരമുള്ള ആളായിരിക്കും. പക്ഷെ ആളെ കണ്ടാ പറയില്ല.
അത്ര വലിയ അധികാരമുള്ള ഒരു മൾട്ടി മില്യനർ ആണ് ഞങ്ങളുടെ ക്ലാസ്സില്. അതാ പറഞ്ഞേ, കയസഞ്ചയം കൊണ്ടാവും നടക്കുന്നത്. അതത്രേ ഉള്ളു, അതത്രേ ഉള്ളു, അതത്രേ ഉള്ളു. ആ കായത്തഞ്ചി കൊണ്ട് നടക്കുള്ളൂ. എനിവേ എന്താ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് പറഞ്ഞു, ടേംസ് ആൻഡ് കണ്ടീഷൻ ഡിഫോൾട്ടിന്റെ ഇഷ്യൂ ആണ് പറഞ്ഞത്. രമേശ് പറഞ്ഞില്ല? ഇല്ലല്ലോ. എന്നോടാണ് ചോദിച്ചത്, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അത് കയറി പറഞ്ഞാണ് നമ്മളോട് ആലോചിച്ചിട്ടില്ല എന്ന്. അല്ല, ഡിഫോൾട്ട് ക്ലോസ് തെറ്റായിരുന്നു എന്ന് എന്നോട് പറഞ്ഞില്ല എന്ന് ഞാനാ അങ്ങോട്ട് പറഞ്ഞത്. അത് ആലോചിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഡിഫോൾട്ട് ക്ലോസ് എന്താ ഞാനല്ലേ ചോദിച്ചതെന്ന്. അതെ 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 അതെ. ഡിഫോൾട്ട് ക്ലോസ് അത് ഇങ്ങനെയായിരുന്നു ചെയ്യണ്ടേ എന്ന് രമേശ് എടുത്ത് പറഞ്ഞില്ല എന്ന് ഞാൻ ഈ പറഞ്ഞു വന്നത്. മനസ്സിലായി. ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് ഞങ്ങളെ സജഷൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മീഡിയേഷൻ സജസ്റ്റ് ചെയ്യാം. ആ ഒരു പ്രോസസ് അവിടെ നടന്നില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി. അത് കാരണം അതൊക്കെ പാർട്ടീനെ കൊണ്ട് പറയിക്കാനാണ്. തന്നില്ലെങ്കിൽ എന്ത് എന്നുള്ളത് രണ്ടു കൂട്ടരും അവർ പറയണം. പിന്നെ അവർക്ക് ഇങ്ങനെ നിൽക്കാണെങ്കിൽ മീഡിയ അന്ന് ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇങ്ങനെ വെക്കാന്ന് പറയണം. അതാണ് അതിന്റെ രീതി. പാർട്ടീസ് പറഞ്ഞില്ലെങ്കിൽ മീഡിയേറ്റർക്ക് സജസ്റ്റ് ചെയ്യാം. അവരെ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു, അത്രേ ചെയ്തുള്ളൂ. അതാ പറഞ്ഞത്, മീഡിയേറ്റർ ഒരു മീഡിയേറ്റർ തന്നെയാണ്. ഇവിടെ ആരും ഒബ്സർവർ പോലും പേടിച്ചിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഈ പാർട്ടീസ് പറയുന്നത് എന്ത് പറഞ്ഞാലും എല്ലാവരും കേൾക്കും. ഓക്കെ, എല്ലാവരും നന്നായിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, മാഡം അല്ലേ? ധോണി കുഴപ്പമൊന്നുമില്ല കേട്ടാ. ധോണി ഒന്നും കൂടെ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. ധോണി ഇങ്ങനെ ഒബ്സർവ് ചെയ്യാത്തൊന്നും ശരിയാവില്ല. ഞാൻ കുറച്ചൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നു. അതെ, ഞങ്ങളുടെ കണ്ണില്ലാത്ത ഒബ്സർവേഷൻ അല്ല. ധോണി ഡെഫിനിഷൻ പറഞ്ഞാണോ? ഇല്ല, പറഞ്ഞില്ല. വായിച്ചോ? ഇല്ല, പറഞ്ഞില്ല. ഒന്ന് ഡെഫിനിഷൻ പറഞ്ഞേ. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve these concerns. A functional aspect of mediation is a structural formal negotiation process following a set of key principles facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of a dispute. സ്ട്രക്ചറൽ അല്ല, സ്ട്രക്ചേർഡ്. ഈ ഫോർമുല വരുന്നോണ്ടാണ് ഇത് സ്ട്രക്ചറൽ ആക്കുന്നത്. ഓക്കെ, ഇനി എത്ര ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ എക്സാമിന്? ഒരു ഗ്രൂപ്പ് കൂടെ ഉള്ളൂ സർ. വൺ മോർ ഗ്രൂപ്പ്. ഇതിപ്പോ 7 സെക്കൻഡ് ഗ്രൂപ്പിന്റെ കഴിഞ്ഞാണോ? അതെ സർ, കഴിഞ്ഞതാണ്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ആണ് ഫ്രൈഡേ വെച്ചതെന്ന് തോന്നുന്നു സർ. ഓർമ്മയില്ല, കഴിഞ്ഞതാണ് എന്തായാലും. ആണല്ലേ? പിന്നെ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉള്ളോ? മാഡം എത്തിയല്ലോ? കേൾക്കുന്നില്ല? ഇനി ഒരു ഗ്രൂപ്പ് ഉള്ള ഒരു എക്സാം. ഇനി എക്സാമോ? ഇവരെ ഇനി ഐ മീൻ ഈ റോൾ പ്ലേ. ഇനി വ്യാഴാഴ്ച അല്ലേ സുബിത? മാം, വ്യാഴാഴ്ച ഒരു ഗ്രൂപ്പ് കൂടെ ഉള്ളൂ മാം, ലാസ്റ്റ് ഗ്രൂപ്പാണ്. കഴിയോ അപ്പോ ഈ ആഴ്ച? അല്ല, ശരിക്കും 8 ഗ്രൂപ്പില്ലേ? 6 ഗ്രൂപ്പേ ഉള്ളോ? അല്ല, ഇപ്പൊ ഇന്ന് 7ാമത്തെയാണ്. ഓക്കെ. ഞാൻ ഇന്ന് 6 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്ന് 7ാമത്തെ ആണെങ്കിൽ അപ്പൊ പിന്നെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ സാർ. 8 ഗ്രൂപ്പാണെന്ന് ഇട്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് 2ാമത്തെ ഗ്രൂപ്പ് എന്നാ നടത്തിയെന്ന് നോക്കട്ടെ കേട്ടോ. ഇവര് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നു എന്ന് പറഞ്ഞു, അതോ ചോദിച്ചത്? തേഴ്സ്ഡേ ആയിരുന്നു സർ. തേഴ്സ്ഡേ ആയിരുന്നു.
വന്നുണ്ട്. ശരി. അതായത് അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റിൽ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? തുടങ്ങിയത് സെക്കൻഡിലല്ലേ? സെക്കൻഡ് ഗ്രൂപ്പ് 2 തുടങ്ങിയത് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. തുടങ്ങിയ സെക്കൻഡ് ഗ്രൂപ്പ് ഗിരിധറിന്റെ ഗ്രൂപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗീവറിന്റെ ഒക്കെ ഗ്രൂപ്പ്. അവര് 2 ഗ്രൂപ്പ് എക്സാം ഉള്ളവര്. അതെ അതായിരുന്നു. അത് സെക്കൻഡ് ഗ്രൂപ്പാണ് ഫസ്റ്റ് തുടങ്ങിയത്. അതെ. അപ്പൊ ശരി, അതുകൊണ്ടാണ് ഞാൻ ഇത് നോക്കിയിട്ട് കാണാം. അപ്പൊ കറക്റ്റ് ആണ്, ഒരെണ്ണം കൂടി ഉള്ളപ്പോ. അപ്പൊ വ്യാഴാഴ്ച കഴിയും അല്ലേ? വ്യാഴാഴ്ച കഴിയും. ഓക്കെ. അപ്പൊ വ്യാഴാഴ്ചത്തെയും റെഡി ആയിക്കോളാം. ഓക്കെ. ഇവര് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ചെറിയ സിമ്പിളായി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുന്ന ചോദ്യങ്ങളൊന്നും ആർക്കും കിട്ടിയില്ല. കേട്ടു, 5:30-ക്ക് ശേഷം ഞാൻ കേട്ടു. അവര് വളരെ ടാക്ട്ഫുള്ളി ശരണ്യ നല്ല ലീഡർഷിപ്പിൽ അങ്ങോട്ട്. അത് എക്സ്പീരിയൻസ്ഡ് അല്ലേ അവര്, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഇതിൽ അങ്ങ് ചെയ്തായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, താങ്ക് യു. താങ്ക് യു.